പ്യാരെ ബച്ചോ ആദാബ്. ഇനി നമുക്ക് ഫുൾ ചാപ്റ്റർ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ എക്സാമിന് മുന്നേ ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബി ആർ അംബേദ്കറിൻ്റെ ദർഹിഷാം സിതാര അതൊന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് तारीख गवाह है कि ज़ात पात के निज़ाम ने हज़ारों साल तक हिंदुस्तानी माशरे को तबाह कर डाला. നമുക്ക് വേർഡ് ബൈ വേർഡ് മീനിങ് പറയുന്നതിനേക്കാളും നല്ലത് മൊത്തത്തിലുള്ള കണ്ടന്റുകൾ ഓരോ പാരഗ്രാഫിൽ എന്താണെന്നുള്ളത് ഓരോ ലൈനിലുള്ളത് എന്താണെന്നുള്ളത് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ പറയുമ്പോഴത്തേക്ക് വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ജാതീയ വ്യവസ്ഥ നിലനിന്നിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ ഈ ഒരു ജാതീയ വ്യവസ്ഥ കൊണ്ട് നമ്മുടെ സാമൂഹിക ജീവിതത്തിന് അത് പാടെ നശിപ്പിച്ചിരുന്നു. താഴെ തട്ടിലുള്ള ആളുകൾക്ക് അവരുടെ അവകാശങ്ങളെല്ലാം തടയപ്പെടുകയും അതേപോലെ തന്നെ അവർ ഒരുപാട് അടിച്ചമർത്തലിന് സുൽമ വസിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപദ്രവങ്ങൾ, അടിച്ചമർത്തലുകൾക്ക് അവർ വിധേയരാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇസ് അന്തേരെ രാത്മേം ഏക്ക് സിതാര നമോദാർ ഹുവ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ ബി ആർ അംബേദ്കറിൻ്റെ ആ ജനനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതായത് ഈ അന്ധകാരങ്ങൾ നിറഞ്ഞ ഈ ഒരു രാത്രിയിലായിരുന്നു ആ ഒരു നക്ഷത്രം ഉദിച്ചത്. നമോദാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉദിക്കുക. ജിസ്നെ ലാഖോം ലോകോം കി ജിന്ദഗിയോമെ റോഷനി ബക്കീർ ദിയെ, അവരാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം വീശിയത്. അപ്പോൾ ഇനി നമുക്ക് താഴെയുള്ള പാരഗ്രാഫുകളിൽ നമ്മുടെ ബി ആർ അംബേദ്കറിൻ്റെ ആ ജനനവും അവരുടെ ലൈഫിലുണ്ടായിരുന്ന അദ്ദേഹം അനുഭവിച്ചിരുന്ന ആ യാതനകളും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ട് സമൂഹത്തിൽ നേരിടേണ്ടി വന്ന പ്രയാസങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയുന്നത്. सुखपाल और उसकी बीवी भीमा बाई मध्य प्रदेश के बस्ती महू में रहते थे. सुखपाल एक सिपाही थे. उनकी जिंदगी मुश्किलात से भरी हुई थी. ടെക്സ്റ്റ് ബുക്കിൽ ബീവിയുടെ പേര് രമാബായി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് അംബേദ്കറിൻ്റെ അമ്മയുടെ പേര് രമാബായി അല്ല ഭീമാബായി ആണ്. അപ്പോൾ ആ ഒരു തെറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ കേട്ടോ. നമ്മുടെ അംബേദ്കറിൻ്റെ അമ്മയും അച്ഛനും അവർ താമസിച്ചിരുന്നത് മധ്യപ്രദേശിലുള്ള ഒരു നാട്ടിലായിരുന്നു. മഹു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു. സുഖ്പാൽ എന്ന് പറയുന്നത് ഒരു സിപ്പാഹിയായിരുന്നു, പട്ടാളക്കാരനായിരുന്നു. അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. എന്നാണ് ഏപ്രിൽ 14, 1891 അവർക്കൊരു കുഞ്ഞ് ജനിച്ചു. അങ്ങനെ ഉനക്ക് 14വാം ബच्चे അവരുടെ 14ാമത്തെ കുട്ടിയായിരുന്നു അത്. अपने मुश्किलात के बावजूद भी उन्होंने अपने बच्चों की अच्छी परवरिश की. അവർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിലും അവരുടെ മകനെ അവർ കഷ്ടപ്പെട്ട് വളർത്തി. ലേക്കിൻ ഉനക്ക് കൈ ബच्चे छोटी उम्र में मर गए थे. അന്ന് അങ്ങനെ ആയിരുന്നല്ലോ, കുറേ മുന്നേ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ദാരിദ്ര്യം അവരുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് മക്കളുണ്ടാവുകയും പക്ഷേ അതിലൊരു പകുതി എണ്ണം മരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ ലൈഫിലും അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, പക്ഷേ അവരെല്ലാവരും ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. പക്ഷേ ഇവിടെ ഭീമിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് 14ാമത്തെ വയസ്സായപ്പോൾ തന്നെ ഭീമാബായി എന്ത് ചെയ്തു, മരണപ്പെടുകയാണ് ഉണ്ടായത്. വാലിദാക്കെ ഇന്ത്യക്കാൽക്ക് ബായത് ഭീം കി പർവരിഷ് ഉൻകി ഭൂമിനെ കേത്, അവരുടെ ഒരു അമ്മായി ഉണ്ടായിരുന്നു. അവരായിരുന്നു അവരുടെ അമ്മയുടെ മരണശേഷം ഇവരുടെ പരിചരണങ്ങളെല്ലാം നടത്തിയിരുന്നത്. അങ്ങനെ പിന്നെ അവർ ഈ കീഴ്ജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ട് അനുഭവിച്ചിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ അടുത്ത പാരഗ്രാഫിൽ നമ്മളോട് പറയുന്നത്. അതായത് ഒരിക്കൽ ഭീമും അവരുടെ സഹോദരനും കൂടെ അപ്പനെ വാൽദ് മിൽനെ കേലിയെ, തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് റെയിൽ ഗാഡിക്ക് സഫർ കിയ, ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഉസ് വക്ത് ഭീം 9 സാൽ കാത്ത, ആ സമയത്ത് നമ്മുടെ ഭീമിന് 9 വയസ്സാണ് ആകെ ഉണ്ടായിരുന്നത്. ദോനോം ബായി സ്റ്റേഷൻ पर ഉത്തര, രണ്ടുപേരും സ്റ്റേഷനിൽ ഇറങ്ങി. കിസി വജാസ് എനിക്ക് വാലിദ് ഉൻകോ ലേനെ എന്നെ പहुंच സക്കി, അവരുടെ എന്തോ ഒരു കാരണം എന്തായാലും അച്ഛന് അന്ന് അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നില്ല. ഗാവ് ദൂരത്ത്, അവരുടെ ഗ്രാമം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയായിരുന്നു. രാസ്ത ബി ടിക് നെയ്ത, ശരിയായ വഴിയുമില്ലായിരുന്നു. സ്റ്റേഷൻ മാസ്റ്ററിനെ ദോനോക്ക് ഏക്ക് ബൈൽ ഗാഡി മഹിയ കരാതി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ എന്ത് ചെയ്തു, അവരെ രണ്ടുപേരെയും ഒരു ബൈൽഗാഡി സംഘടിപ്പിച്ചിട്ട് അവരെ ഇതിൽ കയറ്റി വിട്ടു. ദോനോ ഭായി ഉസ് ഗാഡിമേ ബൈറ്റ്കർ കുച്ച് ഹി ദൂർ ഗയത്തെ, അങ്ങനെ രണ്ടുപേരും അതിലിരുന്ന് കുറേ ദൂരെ ഇങ്ങനെ പോയപ്പോൾ ഗാഡി വാലാനെ ഉൻസെ ബാത്തേം കറനെ, ഗാഡി വാലയോട് അവരോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ബാത്തോമേ പത്താ ചലാക്കെ യേ ബച്ചെ നിച്ചലി ജാത് കെ ഹെ, അതായത് സംസാരിച്ച് ഈ വണ്ടിക്കാരന് മനസ്സിലായി ഇവർ കീഴ്ജാതിയിൽപ്പെട്ട ആൾക്കാരാണെന്ന്. ജൈസേ ഹി ഉസേ ഉൻകി ജാത്ത് കെ ബാരേമേ മാലൂം ഹുവ, ഇങ്ങനെ ഇവരുടെ ജാതിയെക്കുറിച്ച് അറിഞ്ഞ സമയത്ത് ഉസ്നെ ഉൻ ദോനോം കോ ഗാഡി സെ നീച്ചെ ഉത്താറതെ, രണ്ടുപേരെയും ആ ഗാഡിയിൽ നിന്നും ഇറക്കി വിട്ടു.
പൈതൽ ചലത്തെ ചലത്തെ പോ തക്കേ. അങ്ങനെ അവർ നടന്ന് അവർ ക്ഷീണിതയായി. ലേക്കിൻ രാസ്തേ മേ കിസിനെ ഉൻകോ പീനെ കെ ലിയെ പാനി തക്ക് നഹീം ദിയ. പക്ഷെ വഴിയിൽ അവർക്ക് കുടിക്കാൻ വെള്ളം പോലും ആരും നൽകിയില്ല എന്നാണ് പറഞ്ഞത്. അവൾ വളരെ ക്ഷീണിതയായി. രദോനോ ഭായി, രണ്ട് സഹോദരങ്ങളും കൂടെ രോത്തെ ബൽത്തെ, അതായത് കരഞ്ഞ് ക്ഷീണിച്ച് അവർ നടന്ന് അങ്ങനെ വാലിദിൻ്റെ അടുത്ത് എത്തുന്ന ഒരു സംഭവമാണ് അതിൽ പറയുന്നത്. ഭീം ബഹുത്ത് ജഹീൻ ത. ഭീമി വളരെ ബുദ്ധിമാനായിരുന്നു. ഫിർബി അപ്പനെ ജാതിക്ക് വജാസെ ഉസ്കോ ബേഷ്മാർ അസീത്തേം സഹിനി പടി. പക്ഷേ എന്നിട്ട് പോലും ജാതിയുടെ കാരണത്താൽ അദ്ദേഹത്തിന് എണ്ണമറ്റ രീതിയിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓ സംസ്കൃത സീക്കണ ചാത്താത്ത ലേക്കിൻ മോക്കിണ്ണമില്ല. അദ്ദേഹം സംസ്കൃതം പഠിക്കാൻ നന്നായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അതിനുള്ള അവസരങ്ങളില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളായത് കൊണ്ട് തന്നെ സംസ്കൃതം പഠിക്കാനുള്ള ഓപ്ഷനില്ല. ഉസ്നെ ഫാർസി ജബാൻക്ക് താലീം ഹാസിൽക്കി. അങ്ങനെ അദ്ദേഹം ഫാർസി ജബാനാണ് ഹാസിലാക്കിയത്, പഠിച്ചത്. അവർ അവൽ ദർജ ഹാസിൽ കിയ. അതിലാണെങ്കിലും അദ്ദേഹം 1ാം സ്ഥാനം കരസ്ഥമാക്കി. സ്കൂൾ की तालीम के दौरान उसको घर से लाई हुई बोरी पर क्लासरूम के एक कोने में बिठाया जाता था. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് വീട്ടിൽ നിന്നും കൊണ്ടുവന്നിരുന്ന ഒരു പായയിലായിരുന്നു, ഒരു ചാക്ക്, ബൂരി എന്ന് പറഞ്ഞാൽ ചാക്ക് പായ എന്നൊക്കെയുള്ള മീനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ക്ലാസ് റൂമിൻ്റെ ഒരു കോനയുടെ മൂലയിൽ ഇരുന്നിട്ടാണ് അദ്ദേഹം പഠിച്ചിരുന്നത്. കൊയ് ഓർ ഉസ് ബുരി കോ ഹാത്ത് ബി നഹി ലഗാത്ത. മറ്റാരും തന്നെ ആ ഒരു പായയിൽ തൊടാറും ഇല്ലായിരുന്നു. ഉസി തര സ്കൂൾ കെ നൽ കോ ഭി ഹാത്ത് ലഗാനേക്ക് ഇജാസത്ത് നത്തി. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ പൈപ്പ് പോലും തൊടാനുള്ള സമ്മതം ഇല്ലായിരുന്നു. അഗർ ഉസെ പാനി പീനാ ഹോത്താ ദോ കോയി ലഡ്ക ഊപ്പർ സെ മുഹമ്മേ പാനി ഗിരാദേത്ത. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വേറെ ഏതെങ്കിലും കുട്ടികളുടെ അടുക്ക വന്നിട്ട് മുകളിൽ നിന്ന് വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ അത് തൊടാനോ അതിൽ നിന്ന് വെള്ളം കുടിക്കാനോ സ്വയം എടുത്ത് കുടിക്കാനോ ഉള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉസ് ബേ ഇസ്സത്തി സെ വോ ബഹുത് ദുഃഖി ത. ഈ ഒരു നിന്ദ്യത, അതായത് അനാദരവ് അദ്ദേഹത്തിനെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. ലേക്കിൻ ഉസ്കെ ബാവജൂദ് ബി സ്കൂൾ കെ ചന്ദ് ബ്രാഹ്മൺ അസാത്തിസ് ഉസ്കെ സാത്ത് ഹംദർദി സെ പേഷ് ആത്തേത്തെ. അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും സ്കൂളിലെ കുറച്ച് ബ്രാഹ്മൺ ടീച്ചേഴ്സ് അദ്ദേഹത്തോട് സഹാനുഭൂതി കാണിച്ചിരുന്നു. ഉസ്കെ സ്കൂൾ മെയിൻ കൃഷ്ണകേശവ് അംബേദ്കർ നാമി ഏക് ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ കൃഷ്ണകേശവ് അംബേദ്കർ എന്ന് പേര് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചറുണ്ട്, ഒരു സാറുണ്ടായിരുന്നു. ജോ ജാത്ത് പാത്തിക്ക് തഫ്രീഖോ നെഹി മാനത്തെ. അദ്ദേഹം ഈ ഒരു വിവേചനത്തെ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. തഫ്രീഖ് എന്ന് പറഞ്ഞാൽ വിവേചനം എന്നാണ് കേട്ടോ. ആ ഒരു വേർഡ് മക്കൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു പാഠവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ആ ഒരു വേർഡ് യൂസ്ഫുൾ ആവും. വോ സബ്കെ സാത്ത് ബരാബരി കാ സലൂക്ക് കർത്തേത്. എല്ലാവരോടും ഒരേപോലെ ആയിരുന്നു പെരുമാറിയിരുന്നത്. ഓ ഭീംറാവുക്കോ ബഹുത് ചാത്തേത്. അദ്ദേഹത്തിന് ഭീംറാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉസ്താദ് ഔർ ഷാഗിർദൊക്കെ ഈ റിഷ്തെ, ഉസ്താദിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു വിദ്യാർത്ഥിയുടെയും ബന്ധം എന്ന് പറയുന്നത് എന്താണ്, ഐസ മസ്ബൂത്ത് ഹുവാക്കെ ആകെ ചൽക്ക് വോ ഭീംറാവ് സുഖ്പാൽ സെ ഭീംറാവ് അംബേദ്കർ ബൻകയ. അതായത് ഇവരുടെ ആ ഒരു ബന്ധം വളരെ ദൃഢമായിരുന്നു, വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭീംറാവ് സുഖ്പാൽ എന്നുള്ള ആ ഒരു പേര് ഈ ഒരു സാറിനോടുള്ള ആദരവ് പ്രകാരം അദ്ദേഹം എന്ത് ചെയ്തു, ഭീംറാവ് അംബേദ്കർ എന്നാക്കി മാറ്റി. അപ്പോൾ ഈ ഒരു സംഭവം മക്കൾക്ക് ഓർമ്മ വേണം. ആ സാറിൻ്റെ പേരെന്താണ്, കൃഷ്ണകേശവ് അംബേദ്കർ എന്നുള്ളതാണ്. അഥവാ ബൈ ചാൻസ് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭീംറാവ് സുഖ്പാൽ എങ്ങനെയാണ് ഭീംറാവ് അംബേദ്കറായി മാറിയത്, അപ്പോൾ ആ ഒരു സംഭവം എഴുതണമെങ്കിൽ നമുക്ക് ഈ വേർഡ്സുകളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. इस ज़माने में तालीम की कमी के बाद जात पात सामाजी ना बराबरी और भेदभाव बहुत ज़्यादा था. ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് മൂലം ഈ ജാതീയത, അതേപോലെ തന്നെ സമാജി നാപരാബരി, സമൂഹത്തിലുള്ള അസമത്വം, അതേപോലെ തന്നെ ഭേദഭാവ്, ഒരു വേർതിരിവ് അത് വളരെ അധികമായിരുന്നു. താലീം ഹാസിൽ കർണെ കെ ലിയെ ഉൻകോ കൈ റുക്കാവട്ടോ സാമന കർണ പെടാ. അതായത് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് എന്താണ്, വളരെ വലിയൊരു സംഭവമാണ്. അതിന് ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മഗർ ഉൻകെ ദിൽ മേ ഇൽമ ഹാസിൽ കർണേക്ക ജസ്ബാത്ത. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിവ് നേടിയെടുക്കുക എന്നുള്ള ആ ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഉസ്ലിയെ വോ ആകെ ഹി ബഡ്ത്തെ ഗയെ. അങ്ങനെ അദ്ദേഹം മുന്നേറി. ആഹിർക്കാർ ആല താലീം കേലി ഉനെ ഇംഗ്ലിസ്ഥാൻ ജാനേക്ക മൗക്കി മിൽ ഗയ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീസ്ഥാനിലേക്ക് പോകാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടുകയും അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് അദ്ദേഹം പോയി. വാപ്പസ് ആനേക്കെ ബാദ് ഉन्होंने मुल्क से छूत छात और जात पात की तफरीक मिटाने में कोशिश की.
അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, രാജ്യത്തിലുള്ള ഈ തൊട്ടുകൂടായ്മയും അതേപോലെ തന്നെ ഈ ജാതീയമായിട്ടുള്ള ഈ ഒരു വേർതിരിവ് അതിനെല്ലാം തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പരിശ്രമിച്ചു. ഉन्होंने अपने जैसे कमज़ोर इंसानों पर होने वाले जुल्म व सितम और ना इंसाफियों के खिलाफ आवाज़ उठाई. അദ്ദേഹം തന്നെ പോലെയുള്ള ഈ ബലഹീനരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു ജുൽമ വ സിത്തം, അക്രമങ്ങളും അനീതികളും ഒക്കെ എതിരെ അദ്ദേഹം ശബ്ദമുയർത്താനായിട്ട് തുടങ്ങി. उनका ख्याल था कि समाज में बाइज्जत ജിന്ദഗി ഗുസാർനെ के लिए താലീം ബേഹദ് ജറൂരി ഹെ. അദ്ദേഹത്തിന് മനസ്സിലായി എന്ത്, സമൂഹത്തിൽ അന്തസ്സോടുകൂടെ നിന്ദിതയില്ലാതെ ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. താലീം ബഹുത് സി ബുരായിയോക്കോ ഖത്തം കർ ദേത്തെ ഹെ. അതായത് വിദ്യാഭ്യാസമാണ് സമൂഹത്തിലുള്ള എല്ലാ ദുരാചാരങ്ങളെയും അവസാനിപ്പിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ആകെ ചൽക്കർ ഈ ലഡ്ക, അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലഡ്ക ആരായി മാറി, ദസ്തൂർ ഹിന്ദ് കെ മൊയ്മാർ ഡോക്ടർ BR അംബേദ്കർ കെ നാം സെ മഷൂർ ഹുവ. അദ്ദേഹം ഭരണഘടനയുടെ ശില്പിയായിട്ടുള്ള BR അംബേദ്കർ എന്ന പേരിൽ ഫേമസ് ആയി. डॉक्टर BR अम्बेडकर ने मुख्तलिफ ममालिक के दस्तूर का तजिया करके हिंदुस्तान के दस्तूर तैयार किया जो दुनिया का सबसे बड़ा तहरीरी आइन है. അതായത് ഡോക്ടർ BR അംബേദ്കർ മറ്റുള്ള രാജ്യങ്ങളുടെ ദസ്തൂർ, ഭരണഘടന എല്ലാം വിശകലനം ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അദ്ദേഹം തയ്യാറാക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഈ ഒരു ഭരണഘടന എന്ന് പറയുന്നത് ദുനിയാ കാ സബ്സെ ബഡാ തഹരീരി ആയിൻ ഹെ. അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയായിട്ട് മാറി. ഹിന്ദുസ്ഥാൻ കാ ആയിൻ തയ്യാർ കർത്തെ വക്ത് उन्होंने उस बात पर जोर दिया कि दलित, पसमानदा, अछूत वगैरह लोगों के हुकूक का तहफ़्फ़ुज़ किया जाए और उनको इंसाफ और मसावत मिले. അദ്ദേഹം ഈ ഒരു ഭരണഘടന തയ്യാറാക്കിയ സമയത്ത് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്ന വിഭാഗമായിരുന്നു ദളിത്, അതേപോലെ തന്നെ പസ്മാന്ത എന്ന പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ അച്ചൂത്ത് ഈ തൊട്ടുകൂടാത്തവരായിട്ടുള്ള ആളുകൾ. വൈര ലോകോം കെ ഹുക്കൂക്ക തഹഫുസ്, അവരുടെ അവകാശങ്ങൾ അദ്ദേഹം സംരക്ഷിച്ചു. കൂടാതെ അവർ ഉൻകോ ഇൻസാഫ് അവർ മസാവാത്ത് മിലെ, അവർക്ക് നീതിയും സമത്വവും ലഭിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു ലിഖിത ഭരണഘടന. ഉൻകി നസർ മീം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സബ് ലോഗ് ബരാബർത്തെ, എല്ലാ ആളുകളും തുല്യരായിരുന്നു. ഉൻഹോനെ കഹാത്ത, അദ്ദേഹം പറഞ്ഞിരുന്നു, ജാത്ത് പാത്ത് ഒരു ഭേദഭാവ് ബേമൈനി ഹെ, ജാതീയതയും ജാതീയ വ്യവസ്ഥയും അതേപോലെ തന്നെ വേർതിരിവും ഭേദഭാവും ബേമൈനി ഹെ, അത് അർത്ഥമില്ലാത്തതാണ്. ബാബാ സാഹിബ് ചാഹത്തെ, അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ഇതായിരുന്നു, സബ് കെ സാത്ത്, എല്ലാവരോടും എക്സാൻ സലൂക്ക് കിയാ ജായ്, എല്ലാവരോടും തുല്യരായിട്ട് എല്ലാവരെയും തുല്യരായി കാണുകയും തുല്യരായിട്ട് തന്നെ നമ്മൾ പെരുമാറുകയും ചെയ്യണം. ഹർ ഷഖ്സ് കോ ഉസ്കാ ജായിസ ഹക്ക് മിലെ, എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കണം. ഹിന്ദുസ്ഥാൻ കോ ദുനിയാ കാ സബ്സെ ബഡാ സെക്കുലർ और ജംഹൂരി മുൽക്ക് ബനാനെ മേ, നമ്മുടെ ഇന്ത്യനെ ഇതേപോലെ ഇത്രയും വലിയൊരു സെക്കുലറായിട്ടും അതേപോലെ ജനാധിപത്യ രാജ്യമായിട്ടും മാറാനായിട്ട് നമ്മുടെ അംബേദ്കറിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഹിന്ദുസ്ഥാൻ കെ അസീം റഹ്നുമ, പിന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ ഇന്ത്യക്കൾ മരണം എന്ന് പറയുന്നത് ഡിസംബർ 6, 1954 ഉസ് ദുനിയ സെ ചൽബസ, അതായത് അദ്ദേഹത്തിൻ്റെ മരണം ആണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ മലയാളം ഫുൾ എക്സ്പ്ലനേഷൻ ചെയ്തു. ഇനി ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ മക്കൾ തീർച്ചയായിട്ടും കാണണം. പിന്നെ ഇതിൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഒരു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ചോദ്യമായിരുന്നു, പേജ് നമ്പർ 18 തബ്ദീലി വഹി ലായേഗ ജോ ഉസ്സെ ദേഖ്നേക്ക് ജുറത്ത് കരേഗ. അതായത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടായിരുന്നു. അതേപോലെ ഇതിൽ APJ അബ്ദുൽ കലാമിൻ്റെ മറ്റൊരു കോട്ടുണ്ട്. അപ്പോൾ ഈ 2 കോട്ടുകളൊന്ന് നോക്കിയിട്ട് പോവാം. അഥവാ ബൈ ചാൻസ് നമുക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റണം. അടുത്ത ചാപ്റ്റർ നോക്കാം നമുക്ക്, സംഗീത് ക കരിഷ്മ, സംഗീതത്തിൻ്റെ മായാജാലം. ദുനിയാമെ അമൻ വ സലാമത്തി കായം രഹന ചാഹിയെ, രാജ്യത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ സമാധാനവും സുരക്ഷിതത്വവും നമ്മൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ആലമി ഷുഹരത്ത് സെ ന സിർഫ് അമൻ കായം ഹോഗ ബൽക്കെ ദുനിയാമെ തർക്കി ഔർ ഖുഷ് ഹാലി ബി ആയേഗ. രാജ്യത്ത് നമ്മൾ സമാധാനം നിലനിർത്തുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതിയും അതേപോലെ തന്നെ അതിൻ്റെ ഖുഷ് ഹാലിയും അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഹം ഏക് ദൂസരേക്ക് അക്കായത് നസറിയാത്ത് ഔർ റിവായത്തോं का एहतराम करें और बाहिमी ताउन रखें तो दुनिया में हमेशा खुशहाली कायम रहेगी.
നമ്മൾ മറ്റൊരാളെ അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ രീതികളെയും നമ്മൾ ബഹുമാനിക്കുകയാണെങ്കിൽ, പരസ്പരം ഒരു സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ഹോഷ്ഹാലി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. സൽത്തനത്ത് സമർക്കന്ത് में ബഹ്റ नामी एक बादशाह हुकूमत करता था. സമർക്കന്ത് എന്നുള്ള ഒരു സാമ്രാജ്യത്തില് ബഹ്റാം എന്ന പേരുള്ള ഒരു രാജാവാണ് ഉണ്ടായിരുന്നത്. ജോ ജ്യാദാ സെ ജ്യാദാ മുൽക്കോं का फतह करने और अपनी सल्तनत को वसी करने के ख्याल में गम करता था. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക, മറ്റുള്ള രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചടക്കുക, എന്നിട്ട് തന്റെ സൽത്തനത്തിന്, തന്റെ സാമ്രാജ്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ആ ഒരൊറ്റ കാര്യം മാത്രമാണ് അദ്ദേഹത്തിന് മൈൻഡിലുണ്ടായിരുന്നത്. ഏക് ദിൻ വോ അപ്പനി ബഡി ഫൗജുക്കോ ലേക്കർ ജംഗ് കേലി റവാന ഹുവ. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം തന്റെ സൈന്യങ്ങളെയും കൂട്ടിയിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെടാണ്. ഉസ്കെ സാത്ത് ഉസ്കെ വസീർ ഹക്കീം ഖാൻ ബി ഷാമിൽ തെ. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന ഹക്കീം ഖാനും ഉൾപ്പെട്ടിരുന്നു. കൗസോം ദൂർ ചലത്തെ ചലത്തെ വോ തക്കേ. അങ്ങനെ വളരെ ദൂരം അവർ നടന്ന് അവർ ക്ഷീണിച്ച് शाम ढलने लगी. അങ്ങനെ വൈകുന്നേര സമയമായി. ആരാം करने के लिए एक जगह की तलाश में थे कि उन्हें एक हसीन बाग नजर आया. അങ്ങനെ അവർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം തിരഞ്ഞ സമയത്ത് അവർ ഒരു നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടം കാണുകയാണ്. ബാദുഷാക്ക് ഹുക്കും കെ മുതാബിക് ഉസ് ബാഗ് കെ പാസ് ഖൈമെ ഡാലെ ഗേ. അങ്ങനെ ബാദുഷയുടെ ഹുക്കും അനുസരിച്ച്, കൽപ്പന അനുസരിച്ച് അവർ ആ ഒരു ബാഗിന്റെ അടുത്ത് എന്ത് ചെയ്തു, ഒരു ടെന്റ് കെട്ടി. ഈ ബഡി പുർസുക്കൂൻ ജഗാത്ത്, അത് വളരെ ശാന്തമായ ഒരു പ്രദേശമായിരുന്നു. ഉസ് രാത്ത് ബാദുഷാ और ഫൗജി ആരാം സെ സോഗെ. അങ്ങനെ ആ രാത്രി ബാദുഷയും സൈന്യങ്ങളും വളരെ സമാധാനത്തോടു കൂടെ അവിടെ വിശ്രമിച്ചു. സുബഹ് സവേരെ ബാദുഷാ ഹക്കീം ഖാൻ കെ സാത്ത് ഉസ് ദിൽകശ് ബാഗ് കെ സേർ കർനെ ലഗ. അങ്ങനെ അത് രാവിലെ ബാദുഷയും തന്റെ മന്ത്രിയായിട്ടുള്ള ഹക്കീം ഖാനും കൂടെ എന്ത് ചെയ്തു, ആ ഒരു മനോഹരമായ പൂന്തോട്ടം ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. രംഗ് ബിരങ്കി ഫൂൽ ഗിലേ ഹുയേത്ത്, അവിടെ വളരെ കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹവാ മേ ഫൂൽ പൗദേ ജൂം രഹേ ഹേ. ആ രാവിലത്തെ കാഴ്ചകളാണ് പറയുന്നത്. ഹവ എന്ന് പറഞ്ഞാൽ എന്താ, കാറ്റ് എന്ത് ചെയ്യുന്നു, ഫൂൽ और पौधे को झूम रहे, ചെടികളെയും അവിടെയുള്ള പൂക്കളെയും ചുംബിക്കുന്നുണ്ടായിരുന്നു. ഫൂൽ और सब्ज घास पर शबनम की कतरे मोतियों की तरह चमक रहे. അവിടെ ഉണ്ടായിരുന്ന ആ മഞ്ഞു കണികകൾ എന്ത് ചെയ്യുന്നു, ആ മുത്തുകളെ പോലെ തിളങ്ങുന്നു. അച്ചാനക് ബാഗ് കെ एक गोशे से सुरीली आवाज में दिलकश नगमा सुनाई. അപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു പൂന്തോട്ടത്തിന്റെ ഏതോ ഒരു മൂലയിൽ നിന്നും നല്ല മധുരമായ ഒരു ഗീതം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ബാദഷാ മൗസിക്ക് ദിൽ ദാദാത്ത. ബാദഷയ്ക്കാണെങ്കിലോ മൗസിക്ക് എന്ന് പറയുന്നത് വളരെ ഇഷ്ടമാണ്, സംഗീതം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു നമ്മുടെ ബാദഷാ. മഗർ ഇത്തന ദിൽകശ് നഗ്മ ഉസ്നെ കഭി നഹി സുന. ഇത്രയും മധുരമാർന്ന ഒരു പാട്ട് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ലൈഫിൽ കേട്ടിട്ടില്ല. बादशाह और हकीम खान ने उनके करीब पहुंचे तो देखा कि मशहूर सूफी बुजुर्ग लाइक और हुदा की याद में नगमा जिन थे. അദ്ദേഹവും നമ്മുടെ ബാദുഷയും അദ്ദേഹത്തിന്റെ ഹക്കീം ഖാൻ, വസീറായിട്ടുള്ള ഹക്കീം ഖാനും കൂടെ ആ ഒരു നഗമ കേട്ട സ്ഥലത്തേക്ക് പോയ സമയത്ത് അവർ കണ്ടു, ആരാണ് അവിടെ, ഒരു മഷൂർ ഫേമസ് ആയിട്ടുള്ള സൂഫി ബുസർഗ് ആയിട്ടുള്ള ലൈക്കോർ ദൈവഗീതങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന സ്തുതിഗീതങ്ങൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനമാണ് ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈക്കോറിനെ ദോനോക്കോ അപ്പനെ പാസ് ബിഠായി. ലൈക്കോർ അവരെ രണ്ടുപേരെയും തന്റെ അടുത്തിരുത്തി ഹൈരത്ത് ദരിയാഫ്ത് കർണേക്ക് ബാദ് അവരോട് ഇങ്ങനെ വിവരങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചതിന് ശേഷം ലൈക്കോർ ഏക്ക് റോട്ടിയിലായ ലൈക്കോർ ഒരു റോട്ടി കൊണ്ടുവന്നിട്ട് അവർ കഹാക്കി അവരോട് പറഞ്ഞു, ഈ റോട്ടി രാജാക്ക് നാ ബൈനായി ദൂർ കർണേ കേലിയേ ഹേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളെ. അതാര് പറഞ്ഞതാണ്, ലൈക്കോർ ബാദ്ഷാസെ അല്ലേ, ലൈക്കോർ ബാദ്ഷാസെ. എന്നിട്ട് പറയാണെന്ത്, ഈ ഒരു റോട്ടി രാജാവിൻ്റെ അന്ധതയെ അകറ്റാനുള്ളതാണ്. ഇത്തന കർ വോ റോട്ടി ഖാനേലേക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ റോട്ടി ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. ആം തൗർ പർ അഗർ कोई बादशाह के खिलाफ आवाज उड़ाता या उसे बुरा भला कहता तो उसका सिर कलम करा दे. സാധാരണ ചെയ്യൽ എന്താണ്, രാജാവിനെ കുറിച്ച്, രാജാവിനെതിരായിട്ട് ആരെങ്കിലും ഒരു ശബ്ദം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അവരെ തല കൊയ്തെടുക്കലാണ് ചെയ്യൽ. പക്ഷേ ഇവിടെ ഈ ഒരു സൂഫി ബുസർഗിൻ്റെ അത്രയും മധുരമായ ആ ഒരു ഗീതം അദ്ദേഹത്തിനെ വല്ലാണ്ട് സ്വാധീനിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം ചെറിയൊരു ബഹുമാനം അദ്ദേഹത്തോട് കാണിച്ചു അല്ലേ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, രാജാവ് ഇത് കേട്ടപ്പോൾ ചോദിക്കുകയാണ്, ആപ് മുജെ അന്താ ക്യോം കത്തെ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ അന്ധൻ എന്ന് പറയുന്നത്? ജബ് കെ മുജെ സബ് കുച്ച് സാഫ് ദിഖായി ദേത്ത, എനിക്കെല്ലാം നല്ല പോലെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡയലോഗ് മക്കൾ ശ്രദ്ധിച്ചോളാം. ഇതാര് പറഞ്ഞതാണ്, നമ്മുടെ ബാദുഷ പറഞ്ഞതാണ്. ആരോട്, ലൈക്കോർ സെ. लाइकोर ने कहा,
അങ്ങനെ ലൈക്കൂർ പറഞ്ഞു, സൽത്തനത്ത് ബഡാനേക്ക് ഹോസ്നെ തുമേ അന്താ കർദിയാ ഹെ. രാജ്യത്തെ തന്റെ സാമ്രാജ്യത്തെ വികസിപ്പിക്കുന്ന ആ ഒരു ബോധം നിന്നെ എന്ത് ചെയ്തു? നിന്നെ അന്ധനാക്കി മാറ്റി. ക്യാ തുമേ അപ്പനെ മുൽക്ക് റിയായാക്കി ഭൂക്ക് അഫ്ലാസ് ഓർ തംഗ് ദസ്തി ദിക്കായി നഹീം ദേത്തി. അല്ല, നിങ്ങളുടെ പ്രജകളുടെ പട്ടിണിയും വിശപ്പും അവരുടെ പ്രയാസങ്ങളും അവരുടെ വേദനകളും നിങ്ങൾ കാണുന്നുണ്ടോ? ഏക്ക് അച്ഛേ ബാദുഷാ കേലി നിഹായത്ത് ജരൂരി ഹേക്ക്. ഒരു നല്ല ബാദുഷാ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കേണ്ടത്, അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? മുൽക്കിക്കെ തൗസീക്കെ സാദ് സാദ്, രാജ്യത്തിന്റെ വികസിപ്പിക്കുന്നതോടൊപ്പം, രാജ്യങ്ങളെ തന്റെ സാമ്രാജ്യത്തെ വികസിപ്പിക്കുന്നതോടൊപ്പം തന്നെ റിയായ കെ ഹുഷ് ഹാലി കാബി ഹയാൽ രഗിയെ, തന്റെ പ്രജകളുടെ സന്തോഷത്തെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം. बादशाह को सूफी बुजुर्ग की बात बहुत ही नागवार गुजारी और अपनी नाराजगी का इजहार किया. ബാദുഷയ്ക്ക് എന്താണ്, ഈ ഒരു ബുസർഗിന്റെ വാക്കുകൾ അത്ര പിടിച്ചില്ല. അദ്ദേഹത്തിന് അതൊരു അരോചകമായി തോന്നി. അദ്ദേഹത്തിന് തന്റെ ആ ഒരു ദേഷ്യം അദ്ദേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ലൈക്കോർ ने बादशाह की नाराजगी को नजरअंदाज करते हुए कहा. ലൈക്കോറെ ബാദുഷയുടെ ഈ ഒരു നാരാസഗി, അദ്ദേഹത്തിന്റെ ദേഷ്യം കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, ഉസ് ദുനിയാക്കോ ഫതഹ് കർക്കെ, ഈ രാജ്യത്തെ നിങ്ങൾ വിജയിപ്പിച്ചതുകൊണ്ട് തും ക്യാ ഹാസിൽ കരോങ്കി, നിങ്ങൾ എന്താണ് നേടിയത്? കിത്തനി ജാനോം കി കുർബാനി ദേക്കർ തും അപ്പനി സിദ് പൂരി കരോങ്കി, നിങ്ങൾ ഒരുപാട് ജീവനുകളെ ത്യജിച്ചുകൊണ്ട്, അവരുടെ ഒരുപാട് ജീവനുകളെ നിങ്ങൾ ബലിയർപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം പൂർത്തീകരിച്ചത്. ആപ്കോ ലാശോം കെ അംബാർ ക്യോം നസർ നഹീം ആയി, നിങ്ങൾ എന്തുകൊണ്ട് ഈ മൃതദേഹങ്ങളുടെ കൂമ്പാരങ്ങൾ നിങ്ങൾ കാണുന്നില്ല? ആപ്കോ ആസു ബഹാത്തെ ബച്ചോ ക്യോ ദിക്കായി നഹീം ദേത്തി, നിങ്ങൾ ഈ കരയുന്ന കുഞ്ഞുങ്ങളെ, കണ്ണുനീരൊഴുക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? ആപ്പ് മുക്കമ്മിൽ തൗർ പർ അന്ധേഹെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ അന്ധനാണ്. സുൽത്താൻ കോ ലൈക്കോർ കി ബാത്തെ സമജ് മേ ആയി. അങ്ങനെ ഈ ഒരു രാജാവിന് ലൈക്കോർ എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യം മനസ്സിലായി. മഗർ വോ വാപ്പസ് ലൗട്ട്നേക്ക് കാബിലിനെത്ത, പക്ഷെ അദ്ദേഹം ഒരിക്കലും തന്റെ കാര്യത്തിൽ നിന്നും തിരിഞ്ഞു മാറാനായിട്ട് അദ്ദേഹം ഒരിക്കലും തയ്യാറായില്ല. ബാദുഷാനെ കഹാക്കെ, ബാദുഷ് പറഞ്ഞു, നെഹി മുൽക്കോം കി ഫതഹ് കിയെ ബഗൈർ മുझे ആരാം നെഹി മിലേഗ, അതായത് രാജ്യത്തിന്റെ വിജയം കൂടാതെ എനിക്കൊരിക്കലും വിശ്രമം കിട്ടില്ല എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ലൈക്കോറിനെ അപ്പനി ബാത് ജാരി രഖ്തേ ഹുയെ ഹക്കീം ഖാൻ സെ കഹാ, നമ്മുടെ ലൈക്കോറിന് മനസ്സിലായി ഇദ്ദേഹത്തോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അദ്ദേഹം ഹക്കീം ഖാൻ, തന്റെ രാജാവിന്റെ മന്ത്രിയായിരുന്ന ഹക്കീം ഖാനോട് പറഞ്ഞു, തും ബാദുഷാക്കെ വസീർ ഓർ മുഷീർ ഖാസ് ഹോ, നിങ്ങളാണ് രാജാവിന്റെ മന്ത്രിയും അതേപോലത്തെ ഉപദേശകനും. തുമാരെ പാസ് അക്കൽ വ സഹാനത്തേക്ക് കമി നഹി, നിങ്ങളുടെ പക്കൽ ബുദ്ധിയുടെ കുറവൊന്നും ഇല്ല. പരേഷാൻ ഹാൽ റിയായാക്കെ ഹാലത്തേക്ക് തുമ്പി ഇത്തനെ ഹി ജിമ്മദാർ ഹോ ജിത്തനാക്കെ തുമാര ബാദുഷാ, നിങ്ങളും, അതായത് നിങ്ങളുടെ പ്രജകളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം രാജാവിന്റെ അതേപോലെയുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കും ഉണ്ട്. തും അപ്പനി ജിന്ദഗി സുൽത്താൻ കെ താരീഫോ മേ സായി കർ രഹേ ഹോ, നിങ്ങൾ വെറുതെ നിങ്ങളുടെ ജീവിതം രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് നിങ്ങൾ വെറുതെ പാഴാക്കരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മുടെ ലൈക്കോർ അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ലൈക്കോർ കി ബാത്യം വസീർ കെ ദിൽ മേ ഉത്തർ ഗെയിം, ലൈക്കോറിന്റെ ഈ വാക്കുകൾ നമ്മുടെ വസീറിന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. ഉസേ കബി കിസി നെ തൻഖീദ് കാ നശ നഹീം ബനായാത്ത, അദ്ദേഹത്തിന് ഇത്രയും അധികം ഒരു വിമർശനം മറ്റാരുടെ അടുത്ത് നിന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. വോ ലൈക്കോർ കെ കദമോം മേ ഗിർപെട, അദ്ദേഹം ലൈക്കോറിന്റെ കാൽക്കലിൽ വീണു. ബാദുഷാ ഹക്കീം ഖാൻ മേ ആയി ഹുയി തബ്ദീലി കോ ദേഖ് കർ ഹൈറാൻ രഹ ഗയ, ഇത് കണ്ടപ്പോൾ നമ്മുടെ രാജാവ് ആകെ അന്തം വിട്ടു. ലൈക്കോറിലുണ്ടായ ഒരു മാറ്റം രാജാവിനെ അത്ഭുതപ്പെടുത്തി. ബാദുഷാനെ ഉസെ അപ്പനെ സാത്ത് ലേ ജാനെ കി കോശിഷ് കി, ബാദുഷാ തന്റെ ഹക്കീം ഖാനെ തന്റെ കൂടെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. क्योंकि वो हकीम खान की जहानत और उसके मुशवरों की बदौलत जंग में कामयाबी हासिल करता था. ഈ ഒരു നമ്മുടെ ഹക്കീം ഖാനിന്റെ ബുദ്ധിയും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളുമായിരുന്നു തന്റെ വിജയം എന്ന രാജാവിന് എപ്പോഴും പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. തന്റെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ തന്റെ മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ലേക്കിൻ അബ് ഹക്കീം ഖാൻ ബാദുഷാ കെ സാത്ത് ജാനെ കോ
തയ്യാറിനെത്ത. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഹക്കീം ഖാൻ ബാദുഷയുടെ കൂടെ പോകാനായിട്ട് തയ്യാറല്ലായിരുന്നു. ബാദുഷാനെ ഹക്കീം ഖാൻ കോ ആദ്യ സ്ഥലത്തിന് ദേനേക്കാൾ ആലച്ചത്തി. അപ്പോൾ ബാദുഷ എന്ത് ചെയ്തു? ഹക്കീം ഖാനോട് പറഞ്ഞു, ഞാൻ എൻ്റെ സാമ്രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് നൽകാം. ഹക്കീം ഖാനെ എഹ്തറാം കെ സാത്ത് കഹ. പക്ഷേ ഹക്കീം ഖാന് വളരെ ബഹുമാനത്തോടു കൂടെ പറഞ്ഞു, ഹുസൂർ മേ അബ് അന്താ നഹീഹും. അല്ലയോ പ്രഭോ, ഞാനിപ്പോൾ അന്ധനല്ല. മേരി ബൈനായി വാപ്പസ് ആകെ. എനിക്ക് എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഇതായിരുന്നു നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം. അപ്പോൾ ഇതിലുള്ള എല്ലാ ഡയലോഗ്സുകളും മക്കൾ കൂടുതൽ ശ്രദ്ധയോട് കൂടെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രേംചന്ദിന്റെ പഞ്ചായത്ത് ഒന്ന് നോക്കാം. പഞ്ചായത്ത് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമ്മുടെ ഈ ഇന്നത്തെ പോലെ കോടതികളും പോലീസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം അന്ന് എന്താണ്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഗ്രാമവാസികൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള മുതിർന്ന കുറച്ച് ആളുകളുടെ ഒരു കൂട്ടമാണ് എന്ത്, പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പം അവരെന്ത് ചെയ്യും? തീരുമാനങ്ങൾ എടുക്കും. ബാക്കിയുള്ള പ്രോസസ്സുകൾ അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അപ്പം അന്നത്തെ ആ ഒരു കാലത്തിലുണ്ടായിരുന്ന ഒരു പ്രശ്നത്തെയാണ്, ആ ഗ്രാമീണ ജീവിതത്തിലുണ്ടായിരുന്ന ആ ഗ്രാമീണ രീതികളെ കുറിച്ചുള്ള ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് നമുക്ക് മുന്നിൽ പ്രേംചന്ദ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിലുള്ള പ്രധാന കിർദാറുകളാണ് ജുമ്മൻ ഷേഖ്, അൽഗു ചൗധരി, നമ്മുടെ സേട്ട് അല്ലെ, സംജു സേട്ട്, പിന്നെ നമ്മുടെ ഹാലെ ജാൻ. ജുമ്മൻ ഷേഖ് और അൽഗു ചൗധരിയുമേ ബഡാ യാർ ആനത്ത. ജുമ്മൻ ഷേഖും നമ്മുടെ അൽഗു ചൗധരിയും വളരെ നല്ല ഫ്രണ്ട്സുകളായിരുന്നു. ഏക്ക് കോ ദൂസരെ പർ കാമിൽ എഴുത്തിമാദ. ഒരാൾക്ക് മറ്റൊരാൾ അത്രയധികം വിശ്വാസമായിരുന്നു. जब जुम्मन हज करने गए थे तो अपना घर അൽഗു കോ സോമ്പ് കിയെ ഗയേ थे. അതായത് നമ്മുടെ ജുമ്മന് ഹജ്ജിന് പോയ സമയത്ത് എന്തായിരുന്നു, തന്റെ വീട് വരെ അൽഗു ചൗധരിനെ ഏൽപ്പിച്ചിട്ടാണ് പോയിരുന്നത്. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ അൽഗു ജബ് കബി ബാഹർ ജാത്തെ തോ ജുമ്മൻ പർ അപ്പനാ ഘർ ചോട് ദേത. രണ്ടുപേരും അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, വീട് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിച്ചിട്ടാണ് പോയിരുന്നത്. അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ദൃഢതയാണ് അവിടെ പറയുന്നത്. അവർ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഷേഖ് ജുമ്മൻ കോ ഏക് ബൂഡി ബേവ ഹാലത്തി. അതായത് നമ്മുടെ ജുമ്മൻ ഷേഖനാണ് ആരുള്ളത്, ഒരു വിധവയായിട്ടുള്ള ഒരു അമ്മായി ഉണ്ടായിരുന്നു. ഉൻകി പാസ് തോടെ മലിക്കിയെത്തി. അവരുടെ പക്കല് എന്തുണ്ടായിരുന്നു, കുറച്ച് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. മഗർ ഉൻക കോയി വാരിസിനെത്ത. പക്ഷെ അവർക്ക് അവകാശികളിലായിരുന്നു. ജുമ്മനെ ബഹ്ല പിസ്ല കർ ഹാലെ അമ്മാസെ വോ മലിക്കിയത്ത് അപ്പനെ നാം കരാലി. അതായത് ഈ ഒരു അമ്മായിനെ പറ്റിച്ചു കണ്ട് അതും ഇതൊക്കെ പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹാലെ ജാന്റെ അടുത്ത് നിന്നും നമ്മുടെ ജുമ്മൻ ഷേഖ് എന്താക്കി, ഈ സ്വത്തുകളെല്ലാം തന്റെ പേരില് ആക്കി തീർത്തു. ജബ് തക്ക് ബഹനാമെ പർ രജിസ്ട്രി ന ഹുയി थी हाले जान की खूब खातिरदारियां होती थी मगर रजिस्ट्री हुई तो हाले जान की खातिरदारियां भी बंद हो गई. സംഭവം എന്താണ്ടായത്, നമ്മുടെ ഈ ഒരു ഹാലെ ജാനിന്റെ സ്വത്തുക്കളെല്ലാം ഇയാൾക്ക് ഇഷ്ടദാനമായിട്ട് കൊടുത്തു എന്നുള്ള ആ ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇയാളുടെ സ്വഭാവം ആകെ മാറി. രജിസ്ട്രേഷന് മുന്നേ ഇയാൾ എന്ത് ചെയ്തു, നമ്മുടെ ഹാലെ ജാന്റെ പരിചരണങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ രജിസ്ട്രേഷൻ കഴിഞ്ഞതോടുകൂടെ എല്ലാ പരിചരണങ്ങളും അവിടെ നിന്നുപോയി. അങ്ങനെ നമ്മുടെ ഒരിക്കലും നമ്മുടെ ഹാലെ ജാന് ജുമ്മനോട് പറയുന്നുണ്ട്, നീ എനിക്ക് കുറച്ച് പൈസ എങ്കിലും താ, ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളാം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ജുമ്മൻ അതെല്ലാം നിരസിക്കുകയാണ്. അങ്ങനെ ജുമ്മൻ അവിടെ പറയുന്നുണ്ട്, ക്യാ റുപ്പയ ക്യാ യഹാം ഫൽത്താഹി. അല്ല, അവിടെ പണം കായ്ക്കുന്ന ഇവിടെ പണം വളരുന്നില്ല, അതായത് പണം കായ്ക്കുന്ന മരമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീ മോഡൽ ടെസ്റ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം. ഇത് ജുമ്മൻ ഷേഖിന്റെ കൗളാണ്. ഹാലെ ജാനെ ബഗഡ് കർ കഹ. അങ്ങനെ ഹാലജൻ വളരെ വിഷമായി. അവർ പറഞ്ഞു, എന്ത്, ഞാനിത് എന്തായാലും പഞ്ചായത്തിൽ പോയിട്ട് ഞാനിത് പറയും, ഇനി പഞ്ചായത്ത് തീരുമാനിക്കട്ടെ എന്താണ് ഇനിയുള്ളതെന്ന്. അപ്പോൾ ജുമ്മനോട് ഇത് പറയുമ്പോൾ ജുമ്മൻ ചിരിച്ചുകൊണ്ട് പറയും, ഹാം ജറൂർ പഞ്ചായത്ത് കരോ, എന്നാൽ നിങ്ങൾ അങ്ങനെയാണെന്ന് നിങ്ങൾ പഞ്ചായത്ത് നടത്തിക്കോളെ, അങ്ങനെ തീരുമാനമാവട്ടെ എന്ന് പറയും. അങ്ങനെ ഷാം കോ ഏക് പേട് കെ നീച്ചെ പഞ്ചായത്ത് ബൈട്ടി. അങ്ങനെ ആ വൈകുന്നേര സമയത്ത് ഒരു മരത്തിന്റെ ചുവട്ടിൽ ആ പഞ്ചായത്ത് കൂടി. ഹാലെ ജാനെ ഹാസ്രീൻ കോ മുഹാത്തിബ് കർക്കെ കഹ. അങ്ങനെ ഹാലെ ജാൻ അവിടെ പ്രസന്റ് ആയിരുന്ന എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, പഞ്ചോ ആജ് 3 साल हुए मैंने अपनी सब जायदाद अपने भांजे जुम्मन के नाम लिख कर ദീതി. അതായത് ലിഗ് ദീതി, അതായത് എൻ്റെ അവകാശത്തിലുണ്ടായിരുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ സഹോദരി പുത്രനായിട്ടുള്ള ജുമ്മൻ ഷേഖിന്റെ പേരിൽ ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ട്.
ജുമ്മൻ ने मुझे जिंदगी भर रोटी कपड़ा देने का वादा किया था. അന്ന് ഈ ഒരു പ്രോപ്പർട്ടീസ് കൈമാറുന്നതിന് മുന്നേ ജുമ്മൻ പറഞ്ഞിരുന്നത് എൻ്റെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും, എനിക്കുള്ള ഭക്ഷണവും വസ്ത്രവും എല്ലാം നൽകാമെന്നായിരുന്നു വാഗ്ദാനം നൽകിയിരുന്നത്. പക്ഷേ സാൽ 6 മഹീനത്തോ, പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഉനके साथ किसी तरह रो धो कर घाटे मगर अब मुझे पीठ की रोटियां तक नहीं मिलती. പക്ഷെ ഇപ്പം എന്നോട് ഓരോ കഴിവുകൾ പറഞ്ഞുകൊണ്ട് എനിക്കുള്ള ഭക്ഷണം, വയറ് നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണം പോലും എനിക്കിപ്പോൾ ഇന്ന് കിട്ടുന്നില്ല. മേ ബേക്കസ് ബേവാഹും, ഞാനൊരു വിധവയാണ്, അത്രയും ഞാൻ നിസ്സഹായനാണ്. തും ലോകോം ജോ രാഹ് നികൽ ദോ ഉസ് രാഹ് പർ ചലും, നിങ്ങൾ എന്ത് വഴിയാണോ കാണുന്നത് ആ വഴിയിലൂടെ ഞാൻ എന്തായാലും നടക്കുമെന്ന് പറയും. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ രാംധൻ മിശ്ര പറഞ്ഞു, ജുമ്മൻ മിയാ പഞ്ച് കിസെ ബനാത്തെ ഹോ അബി സേ തേ കർലോ, അതായത് ആരാണ് ഈ ഒരു പഞ്ചാരാണ് അവതരിപ്പിക്കേണ്ടത് അത് നിനക്ക് നിനക്ക് തീരുമാനിക്കാന്ന്. ജുമ്മൻ അപ്പൊ പറഞ്ഞെന്ത്, ഹാലജാൻ ജിസേ ചാഹേ പഞ്ച് ബനായ, ഹാലജാൻ ആരെയാണോ ആഗ്രഹിക്കുന്നത് അയാളെ കൊണ്ട് നമുക്ക് പഞ്ച് അവതരിപ്പിക്കാന്നറിയും, എനിക്ക് അതിനെന്തല്ല പ്രശ്നമൊന്നുമില്ല എന്നറിയും. അങ്ങനെ ഹാലേജാനെ കഹ, അപ്പൊ ഹാലേജാൻ പറയും അൽഗു ചൗധരിക്കോ തൂ മാനേക, ഞാൻ അൽഗു ചൗധരിയാണ് ഓപ്റ്റ് ചെയ്യുന്നത് പറയും. ജുമ്മൻ മുസറത്ത് സെ ബാഗ് ഹോ ഗയ, എൻ്റെ ജുമ്മന് ഭയങ്കര സന്തോഷമായി, കാരണം എൻ്റെ ക്ലോസ് ഫ്രണ്ട് അല്ല, അപ്പം എന്തായാലും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയാവും, ഒരു തീരുമാനമാവും ഉണ്ടാവുക എന്നുള്ളതാണ് ജുമ്മൻ വിചാരിച്ചത്. ആഹിർ അൽഗു ചൗധരി സർ പഞ്ചുബൻ, അങ്ങനെ അൽഗു ചൗധരിയാണ് പഞ്ചായിട്ട് പിന്നെ നിന്നത്. അൽഗു ചൗധരിനെ ഫർമായ, അൽഗു ചൗധരി പറഞ്ഞു, ഷേഖ് ജുമ്മൻ ഹം ഔറത്തും പുരാനെ ദോസ്തേ, നമ്മൾ രണ്ടുപേരും എന്താണ് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ജബ് ജറൂരത്ത് പടി ഹേ തോ തുമ്നെ മേരി മദദ് കി ഹേ, നീ എനിക്ക് ആവശ്യം വന്നപ്പോൾ നീ എന്നെ സഹായിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെയാണ് നമ്മുടെ സേവനങ്ങളും അല്ലേ, എനിക്കും നിനക്കും പരസ്പരം ആവശ്യങ്ങൾ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ട് നമ്മൾ രണ്ടുപേരും എന്താണ് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ്, അതൊക്കെ ശരിയാണ്. മഗർ ഉസ് വക്തിന്നത്തും ഹമാരെ ദോസ്ത്, പക്ഷെ ഈ ഒരു സമയം എന്താണ് നമ്മൾ പരസ്പരം ഫ്രണ്ട്സ് അല്ല. അവർ ഇന്ന ഹം തുമാരെ ദോസ്ത്, ഞാൻ നിന്റെ ഫ്രണ്ടും അല്ല, നീ എന്റെ ഫ്രണ്ടും അല്ല. ഈ ഇൻസാഫ് ഔർ ഈമാൻ കാ മുആമില ഹെ, ഇതെന്താണ് നീതിയുടെയും ഈമാനിന്റെയും പ്രശ്നമാണ്. ഹാലേജാനെ പഞ്ചും സെ അപ്പന ഹാൽ കഹ സുനായ, ഹാലേജാന് പഞ്ചിന് മുന്നേ തന്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. തുംകോ ബി ജോ കുച്ച് കഹന ഹോ കഹോ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറഞ്ഞോ എന്ന് പറയും. ആരോട്? നമ്മുടെ ജുമ്മൻ ഷേഖിനോട്. അപ്പൊ അങ്ങനെ അൽഗു ചൗധരി പറയും, ജുമ്മൻ ഉഡ് ഗഡേ ഹുയെ ഔർ ബോലെ, അപ്പൊ ജുമ്മൻ എന്ത് ചെയ്യാൻ വേഗം എണീറ്റ് പറയും, പഞ്ചോമേ ഹാലേജാൻകോ അപ്പനി മാം കി ജഗ സംസ്ഥാവും, ഞാൻ എൻ്റെ അമ്മയെ പോലെയാണ് ഞാൻ കാണുന്നത്, അമ്മേന്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ ഈ ഒരു ഹാലേജാനെ കാണുന്നത്. ഉനക്ക് ഹിദ്മത്ത് മേ കോയി കസർ നെഹീം രഖത്ത്, ഞാൻ അതിർ വരമ്പ് പോലും ഞാൻ അവർക്ക് ചെയ്യുന്ന സേവനങ്ങൾക്ക് അതിര് പോലും ഞാൻ വെച്ചിട്ടില്ല. മഗർ മാഹ്വാർ റുപ്പയെ ദേന മേരെ കാബൂസേ ബാഹർ ഹെ, പക്ഷെ പരിധിക്കപ്പുറത്ത് എനിക്ക് പൈസ നൽകുക എന്നുള്ളത് എന്നെ കൊണ്ട് കഴിയില്ല. ഗേത്തോം കി ജോ ഹാലത്ത് ഹെ വോ കിസി സെ ഛപ്പി നെഹീം, അതായത് ഇപ്പോൾ എൻ്റെ വയലുകളുടെ അവസ്ഥ അത്രയും മോശമാണ്, അതുകൊണ്ട് എനിക്ക് അധികമായിട്ട് പൈസ, എനിക്ക് പരിധിക്കപ്പുറത്ത് പൈസ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. ആകെ പഞ്ചോം കഹോക്കും സർ ഔർ മാത്തേഹെ, നിങ്ങൾ പറയുന്ന പോലെ, ഇനി എന്താണോ നിങ്ങൾ പറയുന്നത് അതുപോലെ ആവട്ടെ തീരുമാനം എന്നാണ് അവിടെ പറയുന്നത്. പഞ്ചോനെ ഫൈസല സുനായ, പഞ്ച് ഈ തീരുമാനങ്ങളെല്ലാം എന്താണ് ഈ പ്രശ്നങ്ങളെല്ലാം കേട്ടിട്ട് അവസാനം തീരുമാനം പറയുകയാണ്. ഷേഖ് ജുമ്മൻ പഞ്ചോനെ ഉസ് മാമിലെ പർ അച്ചി തരഹ ഗൗറക്കിയ, ഷേഖ് ജുമ്മൻ പഞ്ച് എന്ത് ചെയ്തു, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഗാഢമായിട്ട് തന്നെ പഠിച്ചു. അവർ അത് കൂടുതൽ ശ്രദ്ധ കൊടുത്തു, എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കി. ജ്യാദ തീ സരാസർ തുമാരി ഹെ, നിങ്ങളുടെ പ്രശ്നമാണ് അധികമായുള്ളത്. കേത്തും സെ മാക്കുൽ നഫ ഹോത്താഹ്, അതായത് വയലുകൾക്ക് എന്താണ് വലിയ പ്രശ്നമില്ലാത്ത ലാഭമൊക്കെ ഉണ്ട്. തുമീം ചാഹിയെ കി ഹാലജാൻകി ഗുസാരേക്ക ബന്ദോബസ്ത് കർദോ, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഹാലജാന്റെ അവർക്ക് ജീവിക്കാനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾ നടത്തുക നിർബന്ധമാണ്. ഉസ്കെ സിവ ഓർ കോയി സൂരത്ത് നഹീം, അതല്ലാതെ തന്നെ മറ്റപ്പുറത്ത് തന്നെ ഒരു ഓപ്ഷൻ ഇല്ല. അഗർ തുമേം എ മൻസൂർ നഹീത്തോ, ഇനിയിപ്പോൾ നിങ്ങളത് നിരസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, എ ബഹ്നാമ, ആ ഒരു ഇഷ്ടദാനം എന്ത് ചെയ്യും, മൻസൂഖ് ഹോ ജായേഗ, അത് റദ്ദാക്കുകയും ചെയ്യും. ജുമ്മനെ ഫൈസല സുന അവർ സന്നാട്ടേമേ ആകയ, അവർ ജുമ്മൻ ഇത് കേൾക്കും അതിനെതിരെ എതിർക്കുകയും ചെയ്തു. ഉസ് ഫൈസലേനെ അൽഗു അവർ ജുമ്മൻ കി ദോസ്തിക്ക് ജുഡേൻ ഹെലാ ദേ, അതായത് ഈ ഒരു തീരുമാനത്തോടു കൂടെ അൽഗുവിന്റെയും ജുമ്മന്റെയും ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്ത്, അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വേരിളകി എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ എന്താണ് പരസ്പരം ഒരു ശത്രുത വന്നു. ജുമ്മൻ കെ ദിൽമേം
ഇന്തിഖാം ക ജസ്ബ പൈദാഹുവ. എന്താ ഇന്തിഖാം എന്ന് പറഞ്ഞാൽ പ്രതികാരം. അതായത് നമ്മുടെ ജുമ്മിന്റെ മനസ്സിലൊരു പ്രതികാരത്തിന്റെ ഒരു ഫീലിംഗ് അവിടെ ഉയരുകയാണ്. ഹൂഷ് കിസ്മത്ത് ഇസ് മൗഖി ബി ജൽദ് മിൽ ഗയ. അങ്ങനെ എന്താ ഭാഗ്യകരം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന് അതിനുള്ളൊരു അവസരം വേഗത്തിൽ തന്നെ കിട്ടുകയാണ് ഉണ്ടായത്. പിछले साल अलगू चौधरी മേളെ സെ ബൈലോങ് കി ഏക് അച്ചി ജോഡി ലായേത്തി. അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ അൽഗു ചൗധരി ചന്തയിൽ നിന്നും 2 ബൈലുകളെ വാങ്ങിയിരുന്നു. ഏക് അച്ചി ജോഡി വാങ്ങി, അങ്ങനെ ഒരു ജോഡി കാളകളെ വാങ്ങിയിരുന്നു. പഞ്ചായത്ത് കെ ഏക് മഹീനെ ബാദ് ഉൻമേം സെ ഏക് ബൈൽ മർ ഗയ. അങ്ങനെ ഈ ഒരു വാങ്ങി 1 മാസത്തിന് ശേഷം ഒരു കാളയിൽ ചത്തുപോയി. ഗാമി ഏക് സംചു സേട്ട്, അവരുടെ ഗ്രാമത്തിൽ സംചു സേട്ട് എന്നിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു. ഓ ഏകാ ഗാഡി ഹാങ് ദേത്. അദ്ദേഹം എന്താ ചെയ്തിരുന്നത്, ഇങ്ങനെ കാളപ്പൂട്ട് നടത്തുന്ന ഒരാളായിരുന്നു. അൽഗു ചൗധരിനെ ഏക് മഹീനയ്ക്ക് വായ്തേപ്പർ. അങ്ങനെ അൽഗു ചൗധരിനോട് 1 മാസത്തെ വാഗ്ദാനം നൽകിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ ബൈലിനെ അങ്ങനെ 1 മാസത്തെ ഇതിന് വേണ്ടിയിട്ട് എന്താണ് വിറ്റു. അതായത് 1 മാസം കൊണ്ട് പൈസ തരാം, 1 മാസം കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബോണ്ടിൽ, ഒരു കരാറിൽ ഏർപ്പെട്ടിട്ട് അവർ എന്ത് ചെയ്തു, ഈ ബൈലിനെ ആർക്ക് വിറ്റു, നമ്മുടെ സംജു സേട്ടിന് കൊടുത്തു. സംജു സേട്ടിനെ നയാ ബൈൽ പായാത്തോ ഉസെ ബഹുത്ത് മെഹനത്ത് കറവായി. അപ്പോൾ ഇത് പുതിയ കാളയല്ലെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സംജു സേട്ട് അതിനെ അധികമായിട്ട് അതിനെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഇന്ന ചാരയ്ക്ക് ഫിക്കറിന പാനീന് കാല് തീറ്റയും കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല. ഏകദിന് വോ തക്കാ ഹുവാ ജാൻവർ ജമീൻ പർ ഗിർപ്പട. അങ്ങനെ അത് ക്ഷീണിച്ചു കൊണ്ട് ദിവസം ഭൂമിയിലേക്ക് അങ്ങനെ വീഴാണ് ഉണ്ടായത്. ആ ഒരു ഐസ ഗിറാക്കെ ഫിർണ ഉട. അത് അങ്ങനെ വീണെന്നല്ലാതെ പിന്നെ അത് എണീറ്റതുമില്ല, അത് ചത്തുപോയി. ഉസ് വാക്കേക്കോ കൈ മാഹ് ഗുസർ ഗയെ. അപ്പോൾ ഈ ഒരു സംഭവം നടന്ന കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അൽഗു ജബ് അപ്പനെ ബൈൽ കി ഖീമത്തി മാങ്തേത്തോ വോ ജലായി. അതായത് നമ്മുടെ അൽഗു ചൗധരിക്ക് പൈസ കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അൽഗു ചൗധരി പൈസക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ, സംജു സേട്ടിന്റെ വീട്ടിൽ വന്ന സമയത്ത് ഇദ്ദേഹം അവിടെ കത്തി കയറി. യഹാം തോ സാരെ ജന്മക്ക് കമായി മിട്ടി മേ മിൽ ഗയി ഫക്കീർ ഹോഗൈ. അതായത് നിങ്ങൾ എൻ്റെ സമ്പാദ്യം മുഴുവൻ നിലം പൊത്തിച്ചു, ഞാനിപ്പോൾ എന്തായി വളരെ ദരിദ്രനായി മാറി. മർദ മൻഹൂസ് ബേൽ ദിയ, എനിക്ക് ചാകാനായി ഒരു ബൈലിനെയാണ് നിങ്ങൾ എനിക്ക് തന്നത്. ഉസ്പർ ദാം വാങ്ങത്ത്, എന്നിട്ട് ഇപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വില പേശുന്നത് എന്ന് ചോദിച്ചിട്ട് നമ്മുടെ സംജു സേട്ട് അതികർക്കശമായിട്ട് തന്നെ അങ്ങോട്ട് പെരുമാറി. ആഹിർ മുആമില പഞ്ചായത്തൊക്കെ പഹുഞ്ച. അങ്ങനെ അവസാന സംഭവം എവിടെ എത്തി, പഞ്ചായത്തിലെത്തി. ഉസി സായദാർ ദർഖത്ത് കെ നീച്ചെ ഫിർ പഞ്ചായത്ത് പോയിട്ട്. അങ്ങനെ വീണ്ടും അവർ ആ ഒരു മരത്തിന്റെ തണലിൽ അവർ ആ ഒരു പഞ്ചായത്ത് ഒരുമിച്ച് കൂടി. രാംധൻ മിശ്രനെ കഹാ ബോലോ ചൗധരി കിൻ കിൻ ആത്മിയോക്കോ പഞ്ച് ബനാത്തേ ഹോ. അപ്പോൾ വീണ്ടും ഇവിടെ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെയാണ്, പറയൂ ചൗധരി, നിനക്ക് ആരെയാണ് ഈ ഒരു പഞ്ച് അവതരിപ്പിക്കുന്നത്, ആരെയാണ് എനിക്ക് വേണ്ടത്. അൽഗുനെ മുസ്കുരാനെ അന്താസ് സേ ജവാബ് ദിയ. അപ്പൊ അങ്ങനെ പറഞ്ഞു, എന്താ ഇയാള് മാന്യമായ രീതിയിൽ പറഞ്ഞു, സംജു സേട്ട് ഹി ചുല്ല, സംജു സേട്ട് പറയട്ടെ എന്ന് പറയും. സംജു സേട്ട് ഗഡേ ഹോക്കർ ബോല, അതായത് അദ്ദേഹം എണീറ്റുന്നുണ്ട് വേഗം പറഞ്ഞു, മേരി തരഫ് സേ ഷേഖ് ജുമ്മൻ ഖാൻ നാം, ഞാൻ ഷേഖ് ജുമ്മന്റെ പേരാണ് പറയുന്നത്. അങ്ങനെ പഞ്ചായത്ത് തുടങ്ങി. ദോനോനെ അപ്പനെ ഹാലാത്ത് ബയാൻ കി. 2 പേരും അവരുടെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചു. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട ശേഷം ജുമ്മന് തീരുമാനം പറയാണ്, അൽഗു ചൗധരി ആ ഒരു സംജു സേട്ടോ, അതായത് അൽഗു ചൗധരിയോടും സംജു സേട്ടിനോടും കൂടെ പറയാണ്, പഞ്ചായത്തോനെ പഞ്ചംനെ തുമാരെ മാമില പർ ഓർക്കിയ. നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിനെക്കുറിച്ച് പഞ്ച് എന്ത് ചെയ്തു, നന്നായിട്ട് ശ്രദ്ധിച്ചു. സംജു സേട്ടുക്ക് ബാൽക്ക് പൂരി കൈമത്ത് ദേന വാജിബ് ഹെ. സംജു സേട്ട് എന്തായാലും ആ കാളയുടെ വില കൊടുക്കൽ നിർബന്ധമാണ്. ജിസ് വക്ത് ബൈൽ ഉൻകെ ഘർ ആയ, അതായത് ഏത് സമയത്താണോ ബൈൽ നിന്റെ വീട്ടിൽ വന്നത്, ഉസ്ക കോയി ബീമാരി ഇന്നെത്തി. പക്ഷെ അപ്പൊ അതിനെന്തുണ്ടായിരുന്നില്ല, ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല. അഗർ कीमत उस वक्त दे दी गई होती तो आज अलगू उसे वापस लेने का हर गुस तकाजा न करते. അന്ന് നിങ്ങൾ ആ പൈസ കൊടുത്തിരുന്നു, പശുവിന്റെ ബൈലിന്റെ പൈസ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്നൊരിക്കലും നമ്മുടെ അൽഗു നിങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കാനായിട്ട് വരുമായിരുന്നില്ല. ഈ ഫൈസല സുൻത്തെ ഹി അൽഗു ചൗധരി ഫൂലേന് സമായ. അപ്പോൾ ഈ ഒരു തീരുമാനം കേട്ടപ്പോൾ നമ്മുടെ അൽഗു ചൗധരി സന്തോഷം കൊണ്ട് മതിമറന്നു. ഫൂലേന് സമായ കഴിഞ്ഞ എക്സാമിന് നമ്മുടെ മോഡൽ ടെസ്റ്റിന് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഫൂലേന് സമായ എന്ന് പറഞ്ഞാൽ ബഹുത് ഹുഷ് ഉठ गड़े हुआ और जोर जोर से हाँक लगाए पंच पर मेशोर की जय. അതായത് നമ്മുടെ പഞ്ചിന് ജയ് വിളിക്കാനായിട്ട് തുടങ്ങിയ നമ്മുടെ അൽഗു ചൗധരി. ഹർ ഷഖ്സ് ജുമ്മൻ കെ ഇൻസാഫ് കി ദാദ് ദേ രഹാ ഹെ. അപ്പോൾ എല്ലാവരും ജുമ്മൻ ഷേഖിന്റെ ഈ ഒരു നീതി ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പ്രശംസിച്ചു. ഏക് ഗണ്ടയ്ക്ക് ബാദ് ജുമ്മൻ ഷേഖ് അൽഗു ചൗധരി കെ പാസ് ആയേ.
കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ജുമ്മൻ ഷെയ്ഖ് അൽഗു ചൗധരിയുടെ അടുത്ത് വന്നു. അവർ ഉൻകെ ഗലേ സെ ലപട്കർ ബോലെ, എന്നിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഭയ്യ ജബ് സെ തുമ്നെ മേരി പഞ്ചായത്ത് കി ഹേ മേ ദിൽ സെ തുമാരാ ദുഷ്മൻ താ. എപ്പോഴാണോ എൻ്റെ അന്ന് ആ പഞ്ചായത്ത് നടന്നിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ നിന്നോടൊരു ദുഷ്മൻ, നിന്റെ ഒരു മനസ്സുകൊണ്ട് ഞാൻ നിന്റെ ഒരു ശത്രുവായിരുന്നു. മഗർ ആജ് മുജെ മാലൂം ഹുവാക്കെ, പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, പഞ്ചായത്ത് കെ മസ്ജിദ് പർ ബൈഠ്കർ, പഞ്ചായത്തിന്റെ ഈ ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് എന്നെ കോയി കിസി ക ദോസ്ത് ഹോത്ത, ആരുടെയും ഫ്രണ്ട് ആവാനും കഴിയില്ല, എന്നെ ദുഷ്മൻ ആരുടെയും ശത്രുവാകാനും കഴിയില്ല. ഇവിടെ ഇൻസാഫ് കെ സിവ ഓർ ഉസെ കുച്ച് നഹീം സോച്ചത, നീതി അല്ലാണ്ട് മറ്റൊന്നും ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കില്ല. അൽഗു രോനയിലേക്ക്, അത് കേട്ടപ്പോൾ അൽഗു കരയാൻ തുടങ്ങി. ദിൽ സാഫ് ഹോഗയ, അവരുടെ മനസ്സ് എന്തായി, ശുദ്ധമായി. ദോസ്തി കമർ ഛായ ഹുവാ ദർഖ്ത് ഫിർ സേ ഹരാ ഹോഗയ, അതായത് സൗഹൃദത്തിന്റെ ആ വാടിപ്പോയ മരം വീണ്ടും പച്ച പിടിച്ചു. അപ്പൊ ഇതാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള ആ ഒരു കഥ. അപ്പൊ ഇതില് ഫസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കുക, ഫസ്റ്റിൽ നടന്ന പഞ്ചായത്ത് നമ്മുടെ ജുമ്മൻ ഷേഖിന്റെ പഞ്ചായത്താണ്. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഹോലേജാന്റെ പിന്നെ പ്രോപ്പർട്ടീസ് മൊത്തം വാങ്ങിയിട്ട് അവരുടെ ചെലവുകൾ അവരുടെ പിന്നെ നോക്കാത്ത ആ ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത് നടന്ന പഞ്ചായത്താണ് നമ്മുടെ അൽഗു ചൗധരിയുടേത്. ഇവിടെ സംജു സേട്ടിന്റെ അടുത്ത് നിന്നും സംജു സേട്ട് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആ ഒരു ബൈലിനെ വാങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പഞ്ചായത്ത് നടന്നത്. അപ്പോൾ ആ രണ്ട് സംഭവങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് വരുന്ന ഡയലോഗുകൾ ആരാണ് പറയുന്നത് എന്നുള്ളത് തെറ്റിപ്പോവില്ല. അപ്പോൾ ആദ്യത്തെ പഞ്ചായത്ത് മനസ്സിലാക്കുക ഹാലേജാന്റെ പ്രശ്നമാണ്, രണ്ടാമത്തെ നമ്മുടെ ബൈലിന്റെ പ്രശ്നമാണ്. അപ്പോൾ രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരിക്കലും തെറ്റില്ല. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഖബറോം കി ദുനിയ. ഇതൊരു മസ്മൂനാണ്, ഒരു വിവരണമാണ്. സുബഹ സവേരെ അഖ്ബാർ പഠന ഹമാരി ഏക് ആദത് സി ബൻ ഗയേ ഹെ, അതായത് രാവിലെ പത്രം എടുത്ത് വായിക്കുക എന്നുള്ളത് നമ്മളൊരു ശീലമായി മാറിയിട്ടുണ്ട്. ഖബറോം കി ജാൻകാരി കെ ലിയെ ഓർ ബി സറായി ഹെ, നമ്മുടെ വിവരങ്ങൾ നമുക്ക് അറിയുന്നതിനുള്ള മറ്റുള്ള മാർഗങ്ങളും ഉണ്ട്. ആജ് ടെക്നോളജിക്ക് തർക്കി സെ യേ കം ആസാൻ ഹോ ഗയാ ഹെ, ഇന്ന് ടെക്നോളജിയുടെ ആ ഒരു ഡെവലപ്മെന്റ് കൊണ്ട് നമുക്ക് ആ ഒരു കാര്യം വളരെ ഈസിയാണ്. ഖബറോം കെ ഏക് ജഗ സെ ദൂസരി ജഗ പഹുഞ്ചാനെ മേ ഉറുദു ജബാൻ നെ ബി അഹം കിർദാർ നിഭായ, വിവരങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉറുദു ഭാഷയും അതിലൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സംഭവമാണ്, ആ ഒരു കഥയാണ്, നമുക്ക് കഥയല്ല അതിനെ കുറിച്ചിട്ടുള്ള വിവരണമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് തരുന്നത്. നമുക്കൊന്ന് നോക്കാം. कदीम ज़माने में इंसानों ने जब पढ़ना लिखना सीखा तो उन्हें मालूमात एकजा करने की ख्वाहिश भी पैदा हुई. അതായത് പണ്ട് കാലം മുതൽ ആദ്യകാലം മുതലേ മനുഷ്യന്മാർ എഴുത്തും വായനയും പഠിച്ചത് മുതൽ അവരെ മാലൂമാത്ത് വിവരങ്ങൾ യക്ജ കർണേക്ക് ഖ്വാഹിഷ്, അതായത് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ആഗ്രഹം അവരിലും ഉണ്ടായിരുന്നു. ഇബ്തിദായി സഹാഫി, മുന്നേ കാലത്തെ സഹാഫിമാർ എന്ന് പറയുന്നത് ഓ ലോകത്തെ ഈ ആളുകളാണ്. അതായത് ബാദുഷാഹും അവർ ഹുക്കുംറാനോക്ക് ദർബാറോവെ, ബാദുഷാക്കന്മാരെ അതേപോലെ ഹുക്കുംറാനുകൾ ഭരണാധികാരികളുടെ ദർബാറുകളിൽ ജോലി ചെയ്തിരുന്നവരായിരുന്നു ആര്, ഈ സഹാഫിമാരെന്ന് പറയുന്നത്. ഓ ഷാഹി ഫറാമീൻ और दो कौमों के बीच होने वाली മുആഹിദവും को लिखा करते थे. ഇവരായിരുന്നു ഈ രാജകീയ ഉത്തരവുകൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നതും അതേപോലെ തന്നെ ഈ ഉടമ്പടികളൊക്കെ എഴുതിയിരുന്നതും. उनकी तहरीरें लोगों को बताती थी कि दुनिया में क्या हो रहा है. അവരുടെ എഴുത്തുകളിലൂടെയായിരുന്നു ആളുകൾ അറിഞ്ഞിരുന്നത് ലോകത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജംഗെ ക്യോം ലഡി ജാ രഹി ഹെ, എന്തുകൊണ്ടാണ് ഈ ഒരു യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഹുക്കൂമത്തെ കൈസെ ചലായി ജാരെ, എങ്ങനെയാണ് ഈ ഭരണങ്ങളെല്ലാം എങ്ങനെയാണ് നടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ എഴുത്തുകളിലൂടെയായിരുന്നു ലോകം അറിഞ്ഞിരുന്നത്. ഹിന്ദുസ്ഥാൻ മേ മുഗളോം കെ ഉഹുദ് മേ ഭി അഖ്ബാർ നവീസിനെ ഖാസ് തർക്കി കീത്തി, അതായത് നമ്മുടെ ഇന്ത്യയിലെ മുഗൾക്കാരുടെ ആ ഒരു ഭരണകാലത്ത് തന്നെ പത്രങ്ങളുടെ ആ ഒരു പുരോഗതി ഉണ്ടായിരുന്നു. ഉറുദു സഹാഫത്ത് के इब्तदाई ज़माने में अखबार रोज़नामे की सूरत में नहीं थे बल्कि हफ्ते रोज़ा അഖ്ബാർ ഹുവാ കർത്തേത്തെ, അതായത് ഉറുദു സഹാഫത്തുകളുടെ തുടക്കം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ അഖ്ബാറുകളായിട്ടല്ല വന്നിരുന്നത്, ഹഫ്തവാർ അഖ്ബാറുകളായിട്ടായിരുന്നു. അതായത് ഹഫ്ത് റോസ് അതായത് ആഴ്ചയിൽ ഒരിക്കലും ഒരു പത്രം, ആ ഒരു രീതിയിലായിരുന്നു പത്രങ്ങൾ ആദ്യമായിട്ട് ഇറങ്ങിയിരുന്നത്. ഉറുദു സമാനെ പഹ്ലി ബാർ കൽക്കത്തെ സെ ഹരിതത്തിന് എക് അഖ്ബാർ നിഖാല, അപ്പോൾ ആദ്യമായി ഉറുദു ഭാഷയിലെ കൽക്കത്തയിൽ നിന്നും അതിന്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ് ഹരിതത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു പത്രം അഖ്ബാർ നിഖാല ജിസ്കാ നാം ജാമെ ജഹാനുമ, ആ പത്രത്തിന്റെ പേരാണെന്ത്, ജാമെ ജഹാനുമ. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, ജാമെ ജഹാനുമ കൽക്കത്ത സെ ജാരി കിയ.
ആസാദിക്ക് ലഡായിമേ ഉറുദു അഖ്ബാറാത്ത് സൊഫെ അവൽ പർത്തെ. അതേപോലെ തന്നെ നമ്മുടെ സ്വതന്ത്ര സമര കാലഘട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു പ്രശ്നങ്ങളിൽ നമ്മുടെ ഉറുദു അഖ്ബാറാത്തിന്റെ സ്ഥാനം എന്നും ഒന്നാമത് തന്നെയായിരുന്നു. അംഗ്രേസോം കെ ഖിലാഫ് ആവാസ് ഉഡാനേക്ക് വജാസെ, നമ്മുടെ അംഗ്രേസികൾക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർത്തിയ കാരണം കൊണ്ട് തന്നെ നമ്മുടെ ദില്ലി അഖ്ബാറായിട്ട്, നമ്മുടെ മുഹമ്മദ് ബാക്കറിന്റെ ദില്ലി അഖ്ബാറായിട്ടുള്ള നമ്മുടെ ആ ഒരു പത്രം ഇറക്കിയത് കൊണ്ട്, അതായത് അംഗ്രേസികൾക്കെതിരെ ശബ്ദമുയർത്തിയത് കൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഗോളി മാർദിക, അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ മുഹമ്മദ് ബാക്കറിന്റെ പത്രമാണ് ദില്ലി അഖ്ബാർ. ദില്ലി അഖ്ബാർ ഉറുദു സഹാഫത്ത് കെ താരീഖ്, ഈ ഒരു ദില്ലി അഖ്ബാർ അതുകൊണ്ട് തന്നെ ഉറുദു ജേർണലിസത്തിലെ താരീഖിൽ, ഹിസ്റ്ററിയിൽ എന്നും അതൊരു സംഘമേൽക്ക് ഹൈസിയത്ത് രക്ത ഒരു നാഴികക്കല്ലായി നിലനിൽക്കുന്നു. ഹസ്രത്ത് മൊഹാനി ജൈസെ സഹാഫിയോം കി തഹരീറോं ने ആസാദി की जद व जहद को कुव्वत बख्शी. ഹസ്രത്ത് മൊഹാനിയെ പോലെയുള്ള സഹാഫിമാരുടെ എഴുത്തുകൾ ആസാദിക്ക് ജദ് വ ജഹദിക്ക്, നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു എഫേർട്ടിന് ഒന്നുകൂടെ ശക്തി നൽകുകയാണ് ഉണ്ടായത്. 19वीं सदी के आखिर में 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലെ അൽ ഹിലാൽ और अल बलाग जैसे अखबारात ने अवाम को बेदार करने और उनमें आज़ादी का जज्बा पैदा करने का काम किया. അതായത് ഈ ഒരു 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് നമ്മുടെ മൗലാന അബുൽ കലാം ആസാദിന്റെ 2 പത്രങ്ങളാണ് അൽ ഹിലാൽ ഓർ അൽ ബലാഗ്. ഈ പത്രങ്ങളെല്ലാം പൊതുജനങ്ങളെ അവരെ എന്താ പറയുക, ബേദാർ കർണ എന്ന് പറഞ്ഞാൽ അവരെ ഒന്നുകൂടെ ബോധവൽക്കരിക്കുക. ഈ ഒരു ബോധവൽക്കരിക്കുന്നതിനും ആ ഒരു ആസാദി, സ്വാതന്ത്ര്യം എന്നൊരു ഫീലിംഗ് അവരിൽ ഉണ്ടാക്കുകയും ചെയ്തത് ഈ ഒരു പത്രങ്ങളിലൂടെയാണ്. മൗലാന അബുൽ കലാം ജൈസെ സഹാഫിയോं ने अपने कलम को तलवार की तरह इस्तेमाल किया. മൗലാന അബുൽ കലാം ആസാദ് പോലെയുള്ള സഹാഫികൾ അവരുടെ പേനകൾ എങ്ങനെയായി ഒരു മൂർച്ചയുള്ള വാളിനെ പോലെ അവർ ഉപയോഗിച്ചു. അവരുടെ പേനകൾ കൊണ്ട് അവർ അംഗ്രേസികൾക്കെതിരെ ശബ്ദമുയർത്തുകയാണ് ഉണ്ടായത്. ജോ ഹുക്ംറാനോं के खिलाफ जद व जहद की अलामत बन गई. അതുകൊണ്ട് തന്നെ അവരുടെ ഇത്തരത്തിലുള്ള എഴുത്തുകൾ ഈ ഒരു ഹുക്ംറാനുകൾക്ക് എന്തായും അവരുടെ ഒരു പോരാട്ടത്തിന്റെ പ്രതീകമായിട്ട് നമ്മുടെ ഈ ഒരു എഴുത്തുകാര് മാറി. മഹാത്മാഗാന്ധി ने भी ഹരിജൻ നാമി ഏക അഖ്ബാർ ജാരി കിയ. അതേപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി ഇറക്കിയിട്ടുള്ള ഒരു പത്രമായിരുന്നു ഏത്? ഹരിജൻ. അഗർചേ ഏ അഖ്ബാർ ഹിന്ദി മേം ത, യഥാർത്ഥത്തിൽ ഈ ഒരു പത്രം എന്ന് പറയുന്നത് ഹിന്ദിയിലായിരുന്നു. ലേക്കിൻ ഉസ്ക ഉറുദു എഡിഷൻ ബി ഷായി ഹുവ, പക്ഷെ ഇതിന്റെ ഉറുദു എഡിഷനും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, അതായത് പിന്നീട് ഇറങ്ങിയതാണ്. ഉൻകെ ജരിയെ अंग्रेजी हुक्मरान का पॉलिसियों के खिलाफ आवाज उठाई गई और समाजी इंसाफ की बात करती रही. അതായത് ഈ ഒരു പത്രത്തിലൂടെയും അംഗ്രേസി ഹുക്കുംറാന്റെ നയങ്ങൾക്കെതിരെ അവർ ശബ്ദമുയർത്തുകയും അതേപോലെ തന്നെ സമാജി ഇൻസാഫ്, സാമൂഹിക നീതിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമായിരുന്നു അതിൽ വിളിച്ചോതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പത്രങ്ങളും നമ്മുടെ അംഗ്രേസികൾക്ക് അത് എന്നും ഒരു തിരിച്ചടിയായിരുന്നു. ഹിന്ദുസ്ഥാൻ ജബ് ആസാദ് ഹുവാ തോ, ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഉറുദു സഹാഫത്തിനെ ബി നയ ചലഞ്ചസ് കാ സാമനാക്കി. ഉറുദു ജേർണലിസത്തിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തെക്സീമെ ഹിന്ദിക്ക് ബാദ്, നമ്മുടെ രാജ്യത്തിന്റെ വിഭജനത്തിനു ശേഷം ഉറുദു അഖ്ബാറാത്തിനെ ന സിറഫ് ഹിന്ദു മുസ്ലിം ഇത്തിഹാദ് കാ കോശിഷ് ക ഫുറോഹ് ദിയ, നമ്മുടെ ഹിന്ദു മുസ്ലിം ഐക്യത്തിനെ അവരെ ഒന്നിപ്പിക്കുക എന്നുള്ള പരിശ്രമത്തിനോട് കൂടെ ജംഹൂരിയത്ത് കെ ഉസൂലോം കി ബി തായീദിക്ക്, അതായത് ജനാധിപത്യത്തിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യേണ്ടി വന്നു. ആജ് ഹിന്ദുസ്ഥാൻ കെ മുഖ്തലിഫ് റിയാസത്തോം കെ ദർജനോം ഉറുദു അഖ്ബാർ ഷായി ഹോ രഹേ ഹെ. ഇന്ന് ഇന്ത്യയിൽ വ്യത്യസ്ത സ്റ്റേറ്റുകളിലായിട്ട് ഡസൻ കണക്കിന് ഉറുദു അഖ്ബാറുകളാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ കെ ഗെറോ മേ ടെലിവിഷൻ ने जब अपने कदम जमाए तो उर्दू चैनल्स ने भी अपनी जगह बना ली. അതായത് വീടുകളില് ടെലിവിഷന്റെ ആ ഒരു ചുവടുവെപ്പോടുകൂടെ ഉറുദു ചാനൽസും അപ്പനി ജഗ ബനാൻ, തന്റെ ആ ഒരു സ്ഥാനം അവരും നേടിയെടുത്തു. DD ഉറുദു, ആലമെ സഹാര, ETV उर्दू और जी सलाम जैसे चैनल्स ने न सिर्फ ज़बान की तरवीज कर रहे हैं बल्कि एक नई नस्ल को ഉറുദു കെ സാത്ത് ജോഡ്നെ കാ കാം ബി കർ രഹേ ഹെ. അപ്പോൾ ഇതൊക്കെ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ്? നമ്മുടെ ഉറുദു ചാനൽസ് ആണ്. DD ഉറുദു, അതേപോലെ ആലമി സഹാര, ETV, ജി സലാം തുടങ്ങിയിട്ടുള്ള ചാനൽസ് എല്ലാം ഉറുദുവിൻ്റെ. ഇവരെല്ലാം സിറഫ് ജബാൻ കി തർവീജ് കർ രഹേ, ജബാന്റെ തർവീജ് മാത്രമല്ല, നേരെ മറിച്ച് നയി നസ്ൽ കോ
ഉറുദു കെ സാത്ത് ജോഡ്നേക്ക് പുതിയൊരു വിഭാഗത്തെ പുതിയൊരു വർഗത്തെ ഉറുദു ഭാഷയുമായിട്ട് ജോഡ്ന തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു പ്രവൃത്തി കൂടെ ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയനെ ദുനിയാക്കോ എക് നയി ജിഹത്ത് അതാക്കി. സോഷ്യൽ മീഡിയ ലോകത്തിന് തന്നെ ഒരു പുതിയ ദിശയാണ് നൽകിയത്. फेसबुक, ट्विटर और यूट्यूब वगैरह के जरिए खबरों को नाजरीन तक पहुंचाया गया. ഇന്ന് ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുന്നു. ഓ സഹാഫത്ത് ജോ കഭി കലം ഔർ കാഗസ് തക് മഹദൂദ് തി. ആദ്യം സഹാഫത്ത് എന്ന് പറയുന്നത് വെറും പേനകളിലും പേപ്പറുകളിലും മാത്രമായിരുന്നു ഒതുങ്ങിയിരുന്നത്. അബ് ഡിജിറ്റൽ ദൗർ മേ കദം രഖ ചുക്കി ഹെ. ഇന്ന് നമ്മൾ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ആജ് മസ്നൂഇ സഹാനത്തിനെ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹാഫത്ത് കെ മൈദാൻ മേ ഇൻഗുലാബ് ബർപ്പ കർദിയാ ഹെ. ഇന്ന് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നമ്മുടെ ജേർണലിസത്തിന്റെ ആ ഒരു മൈതാനിയിൽ അവരും വിപ്ലവം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉറുദു സഹാഫത്ത് കാ യേ സഫർ, ഉറുദു ജേർണലിസത്തിന്റെ ഈ ഒരു യാത്ര ഹിന്ദുസ്ഥാൻ കി താരീഖ് മേ നിഹായത്ത് അഹം, ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ആസാദി കെ ജംഗ് സെ ലേക്കർ ജംഹൂരിയത്ത് കെ ഫുറൂദ് തക്ക്, നമ്മുടെ ആസാദി കെ ജംഗ് അതായത് സ്വതന്ത്ര സമരം മുതൽ ജംഹൂരിയത്ത് കെ ഫുറൂദ് തക്ക് നമ്മൾ ജനാധിപത്യ രാജ്യമായി മാറിയ ആ ഒരു പുരോഗതി വരെ ഉറുദു സഹാഫത്തിന്, ഉറുദു ജേർണലിസം എന്ന് പറയുന്നത് ഹമേഷ അവാം കി ആവാസ് ബന്നെ കാ കാം കി, എന്നും പൊതുജനങ്ങളുടെ ശബ്ദമായിട്ട് നിലനിന്നിരുന്നു, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു. സോഷ്യൽ മീഡിയ और മസ്നൂഇ ജഹാനത്ത് കെ ഉസ് ദൗർ में, സോഷ്യൽ മീഡിയയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഈ ഒരു കാലത്തിൽ ഉറുദു സഹാഫത്തിനെ അപ്പനി മക്ബൂലിയത്ത് കോ ബർക്കറാർ രഖാ ഹെ. ഉറുദു ജേർണലിസം ഇന്നും അതിന്റെ ആ ഒരു പ്രാധാന്യം നിലനിർത്തുന്നു. അപ്പോൾ ഇതായത് നമ്മുടെ ഖബറോം കി ദുനിയ എന്നുള്ള ചാപ്റ്ററിന്റെ മലയാളം വേർഷന്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. അടുത്തത് ഇൻകുലാബ് കെ രാഹ്മ്, വിപ്ലവത്തിന്റെ വഴിയിൽ. ഉറുദു കെ ഷൂറ ഔർ അദബാനെ ജംഗ് ആസാദി മേ അഹം കിർദാർ അദാ കിയ. ഉറുദുവിലെ ഒരുപാട് ഷൂറാക്കളും അതേപോലെ തന്നെ സാഹിത്യകാരന്മാരും ജംഗ് ആസാദിമെ നമ്മുടെ സ്വതന്ത്ര സമരത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഹുബ വത്തൻ സെ ബർപൂർ നസ്മെ, അതായത് രാജ്യസ്നേഹം തുളുമ്പുന്ന നസ്മുകളും ഗീതുകളും ലോകോമെ ജോഷ് വ ജസ്ബ പൈദാ കർത്തേത്തെ, ആളുകളുടെ മനസ്സിൽ എന്നും ആ ഒരു ആവേശം അവരെ പടർത്തിയിരുന്നു. ഉൻകെ കലാം മെ ഐസെ നായരെ ഔർ പൈഗാം ഷാമിൽ തെ ജോ ഫറംഗിയോം കെ ഈവാനോം കോ ലർസ ദേത്തെ. അതായത് ഇത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിൽ ആവേശം തുളുമ്പുന്ന തരത്തിലുള്ള കവിതകളും നായരകളും ഈ നമ്മുടെ ഫറങ്കികളുടെ അതായത് ബ്രിട്ടീഷുകാരുടെ ഹാളിനെ എന്നും ഇളക്കി മറിച്ചിരുന്നു. അതായത് ഇവരുടെ സൃഷ്ടികൾ അത്രത്തോളം ഹാർഡായിരുന്നു. അവരുടെ ആ ഒരു സന്ദേശം, ആ ഒരു നായരയിലൂടെയുള്ളതും അതേപോലെ നസ്മിലൂടെയുള്ളതും സന്ദേശം അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അദീബോം കി തെഹരീറോമിനെ, നമ്മുടെ സാഹിത്യകാരന്മാരുടെ എഴുത്തുകള് ബേദാരി കി ലഹർ പൈതാക്കി, നമ്മളിൽ എന്താണ് ഒരു അവബോധത്തിന്റെ തരംഗം സൃഷ്ടിച്ചിരുന്നു. ഷായറോം കി തക്രീറോമിനെ ലോകോം കോ ബേദാർ കിയ, ഷായർമാരുടെ പ്രസംഗങ്ങള് നമ്മുടെ ആളുകളെ ഉണർത്തിയിരുന്നു. യോ അപ്പനെ തെഹരീറോം അവർ തക്രീറോം കെ ജരിയെ, അതായത് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളുടെയും എഴുത്തുകളിലൂടെയും ജംഗ് ആസാദി കെ ജസ്ബെ, ജംഗ് ആസാദി അതായത് സ്വതന്ത്ര സമരം എന്നുള്ള ആ ഒരു ജസ്ബ ഉഭാർത്തേ രഹെ ഉണർത്തിയിരുന്നു. മുഖദ്ദിമയ്ക്ക് ഫൈസലേക്ക ദിൻത, ഇന്നായിരുന്നു കേസിന്റെ വിധി. അദാലത്ത് കെ കംറേമെ ബൗത്ത് സെ ലോക് ജമ്മത്തെ, ആ ഒരു കോടതി മുറിയിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. പൂരാ കമര കച്ചാ ഗച്ച് ഭരാ ഹുവാത്ത, അതായത് ആളുകളെ കൊണ്ട് ആ ഒരു റൂം തിങ്ങി നിറഞ്ഞിരുന്നു. ജഡ്ജിനെ കഠേരേമേ ഖഡേ ഹുയെ ജവാൻ കി തരഫ് ദേഖ, അപ്പോൾ നമ്മുടെ ജഡ്ജി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ ജവാന് നേരെ നോക്കി. വോ ഹിമ്മത്ത് और ഹൗസിലേക്ക് തസ്വീർ ബനാ ഘടാത്ത, അദ്ദേഹം ഭയങ്കര ധൈര്യശാലിയും അതേപോലെ തന്നെ ഭയങ്കര ദൃഢനിശ്ചയത്തോടു കൂടെയായിരുന്നു ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആ ഒരു യുവാവ് ഉണ്ടായിരുന്നത്. ചെഹ്റെ പർ ഇത്മിനാൻ और സുകൂൻത, അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ഒരു ശാന്തതയും അതേപോലെ സമാധാനവും സംതൃപ്തിയും അയാൾക്ക് കാണാമായിരുന്നു. കോയി 25-26 ബരസ് കി ഉംർ ഹോഗി, അതായത് അദ്ദേഹത്തിന് ആ പ്രതിക്കൂട്ടി നിൽക്കുന്ന ആ ഒരു യുവാവിന് ഏകദേശം 25-26 വയസ്സേ തോന്നിക്കുന്നുള്ളൂ.
न किसी किस्म की घबराहट, അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഒരു ഭയമോ, ബഡാ സീധ और भोला भाला ആദ്മി മാലൂം ഹോത്താ ഹെ, വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സാധാരണഗതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലെയായിരുന്നു ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പ്രതി ഉണ്ടായിരുന്നത്. ജഡ്ജിനെ ബഡി സക്തി സെ ജവാൻ സെ പൂച്ച. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ജഡ്ജി നമ്മുടെ ജവാനോട് ചോദിക്കുകയാണ്, മേ തുംസെ ആഹിർ ബാർ പൂച്ച്താ ഹൂം, ഞാൻ നിന്നോട് അവസാനമായി ചോദിക്കുകയാണ്, ബത്താവോ പറയൂ, അംഗ്രേസി സർക്കാർക്ക് ഖിലാഫ് എ ബാഗിയാന മസ്മൂൻ കിസ്നെ ലിഖാ ഹെ, അംഗ്രേസികൾക്ക് അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയായിട്ടുള്ള ആ രാജ്യദ്രോഹമായിട്ടുള്ള ലേഖനം എഴുതിയത് ആരാണ്? അഗർ തും ലിഖ്നെ വാലെ ക നാം ബത്താ ദോങ്കെ തും ഹം തുമേ ചോട് ദേ, നീ ആ ഒരു എഴുതിയ ആളുടെ പേര് പറയുന്ന നിമിഷം തന്നെ ഞങ്ങൾ നിന്നെ മോചിതനാക്കും. നൗജവാൻ നെ ബഡേ ഇത്മിനാൻ സേ കഹ, നൗജവാൻ വളരെ സമാധാനത്തോടു കൂടെ തന്നെ പറഞ്ഞു അദ്ദേഹം, ആപ്പ് ഏ സവാൽ ബാർ ബാർ ക്യോ പൂച്ച്തേ, എന്തിനാണ് നിങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും ഈ ഒരു ചോദ്യം തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? മസ്മൂൻ മേരെ റിസാലെ മേ ഷായി ഹുവാഹെ, ആ ഒരു ലേഖനം എൻ്റെ റിസാലയിൽ തന്നെയാണ്, എൻ്റെ മാസികയിൽ തന്നെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മേ ഉസ്കി പൂരി ജിമ്മദാരി കബൂൽ കർത്തവ്, ഞാൻ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ സ്വീകരിക്കുന്നു. മേം എ ബാത്ത് പെഹലെ ബി കർ ചുക്കാഹു, ഞാൻ ഈ ഒരു കാര്യം ഞാൻ ആദ്യം മുതൽ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അബ് ഫിർ കഹ്താഹും ഔർ ഹമേഷ യഹി കഹു, ഇനി വീണ്ടും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ഉത്തരം തന്നെ എനിക്ക് എപ്പോഴും പറയാനുള്ളൂ. जवान की बहादुरी और हिम्मत को देखकर अदालत में मौजूदा लोगों में शोर होने लगा. അപ്പോൾ ഈ ഒരു യുവാവിൻ്റെ ആ ഒരു ധൈര്യവും ആ ഒരു പിന്നെ ധീരതയും കണ്ടപ്പോൾ അദാലത്തിൽ കൂടിയിരിക്കുന്ന ആ ഒരു ആളുകൾ ബഹളം വെക്കാൻ തുടങ്ങി. മഗർ ജഡ്ജിനെ മോഘരി ഉഠാക്കർ ജോർ സെ മേസ് പർ മാരി ഔർ ഹാമൂഷ് ഹാമൂഷ് കഹ്കർ ബോല, അതായത് നമ്മുടെ ജഡ്ജി ഈ ആളുകൾ ബഹളം വെച്ചതോടുകൂടി അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഹാമർ എടുത്തിട്ട് മേശയിൽ ആഞ്ഞടിക്കുകയാണ്. അവർ ഹാമോഷ് ഹാമോസ് സൈലൻസ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഫസലുൽ ഹസൻ തുമ്നെ ജോ അംഗ്രേസി സർക്കാർ ക ഖിലാഫ് ലിഖ और अपने रिसाले उर्दू ए मुअल्ला में शाये किया. അപ്പോൾ നമ്മുടെ ഈ ഒരു ജവാന്റെ പേരാണെന്ത്? ഫസലുൽ ഹസൻ. അവർ അദ്ദേഹം എന്താണ് ചെയ്തിട്ടുള്ളത്? ജോ അംഗ്രേസി സർക്കാർക്ക് ഖിലാഫ്, ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് തന്റെ റിസാലയായിട്ടുള്ള ഉർദു എ മുഅല്ലയിൽ അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. കേലിയെ അദാലത്ത് തുമേ സർക്കാർ കാ ബായി കരാർ ദേത്തെ, അതുകൊണ്ട് തന്നെ കോടതി നിന്നെ സർക്കാരിന്റെ സ്ഥാപകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തുമേ 2 സാൽ കൈദ് ബാമഷ്ക് और 500 रुपये ജുർമാനയ്ക്ക് സസാ ദി ജാതി ഹെ, അതുകൊണ്ട് തന്നെ നിനക്ക് 2 വർഷം കഠിനമായിട്ടുള്ള തടവും और 500 രൂപയെ 500 രൂപ പിഴയും സസാ ദി ജാതി ഹെ, ഇതാണ് നിനക്കുള്ള ശിക്ഷ. ജുർമാന അതാ അന്ന കരേങ്കിത്തോ, അതായത് നീ ഈ ഒരു പിഴ അടച്ചിട്ടില്ലെങ്കിൽ എന്താണ് കർണയ്ക്ക് സൂറത്ത് മേ 6 മഹീനയ്ക്ക് ഖൈദ് ഓർ കാട്ട്നി ഹോഗി, അതായത് 6 മാസം കൂടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അദാലത്ത് മേ ഏക് ബാർ ഫിർ ഷോർ ഹുവ, അങ്ങനെ വീണ്ടും ആ ഒരു കോടതിയിൽ ആകെ ബഹളം. ജഡ്ജ് ഉഡ്കർ ദൂസരെ കമരെ മേ ചലാ ഗയ, ജഡ്ജി എഴുന്നേറ്റ് മറ്റു റൂമിലേക്ക് പോയി. പോലീസ് കെ സിപ്പാഹിയോനെ ജവാൻ കോ ഹൽക്കെ മേ ലേ ലിയ और उसे अदालत से बाहर ले गए. ആ സിപ്പാഹികൾ, അവിടെ ഉണ്ടായിരുന്ന സിപ്പാഹികൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. അതേപോലെ തന്നെ ഉസെ അദാലത്ത് സെ ബാഹറിലേക്ക്, അദ്ദേഹത്തിന് കോടതിക്ക് പുറത്തു കൊണ്ടുവന്നു. ജവാൻ, ഈ ഒരു യുവാവ് എന്ന് പറയുന്നത് മഷൂർ ഷായർ, നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയറ്റും അതേപോലെ തന്നെ നമ്മുടെ സിയാസി റഹ്മാൻ, രാഷ്ട്രീയ വഴികാട്ടിയുമായിരുന്ന മൗലാന സയ്യിദ് ഫസലുൽ ഹസൻ ഹസ്രത്ത് മൊഹാനി, നമ്മുടെ ഹസ്രത്ത് മോഹനിയായിരുന്നു. ഹസ്രത്ത് മൊഹാനിനെ 28 സാൽ की उम्र में റിസാലെ ഉർദു എ മുഅല്ല ജാരി കിയ, അദ്ദേഹത്തിന് 28ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ഒരു മാസിക പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഉन्होंने उसके जरिए आजादी कौमी इत्तेहाद और सेकुलरिज्म की आवाज बुलंद की, അദ്ദേഹത്തിന് ഈ ഒരു റിസാലയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ശബ്ദമുയർത്തി. ഉन्होंने മഹാത്മാഗാന്ധിക്കോ സ്വദേശി തെഹ്രീക്ക് രാഹ് സച്ചായി, അദ്ദേഹമാണ് ഗാന്ധിജിക്ക് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആ ഒരു വഴി കാണിച്ചു കൊടുത്തത്. ഉസ് തെഹ്രീക്ക് കാ മത്ലബ് താ, ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ആശയം എന്ന് പറയുന്നത് അപ്നെ ഹി മുൽക്ക് ഹി ബനി ഹുയി ചെയ്ത്, തന്റെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഹരീദ്, അത് വാങ്ങുകയും അവർ ഇസ്തേമാൽ കീജായും, അത് മാത്രം ഉപയോഗിക്കുകയും ചെയ്യുക. പദേശി മാൽക്ക ബായ്കാട്ട് കിയാ ജായും, വിദേശ ഉൽപ്പന്നങ്ങളെ നമ്മൾ ബഹിഷ്കരിക്കുക. ഉन्होंने
ഖദർ കാ ഇസ്തേമാൽ പഹ്ലെ ഹി ശുരു കർ ദിഖാ ഥ. അതായത് ആദ്യം തന്നെ ഖദർ ഖാദി വസ്ത്രങ്ങളുടെ ഉപയോഗമാണ് ആദ്യമായിട്ട് വെച്ചത്. अवाम में भी स्वदेशी माल के इस्तेमाल को राइज करने के लिए हजरत ने अलीगढ़ के मोहल्ले रसलगंज में एक स्वदेशी स्टोर खोला जो कामयाबी से चला. അതായത് നമ്മുടെ അവാം മേമ്പി ഈ ഒരു പൊതുജനങ്ങളിൽ ഈ ഒരു സ്വദേശി സാധനങ്ങളുടെ ഉപയോഗങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ഒരു ആവശ്യാർത്ഥം ഹസ്രത്ത് മൊഹാനി അലിഗഡിലുള്ള ഒരു മൊഹല്ലയിൽ റസൽഗഞ്ച് എന്ന പേരുള്ള ആ ഒരു മൊഹല്ലയിൽ എന്ത് ചെയ്തു, ഏക്ക് സ്വദേശി സ്റ്റോർ ഖോല, സ്വദേശി സാധനങ്ങളുള്ള ഒരു സ്റ്റോർ തുറന്നു. അത് വളരെ വൻ വിജയമായി തന്നെ തുടർന്നു. ഏക്ക് ദിൻക വാക്യാഹെ, പിന്നീട് അവർ പറയുന്നത് ഒരു ദിവസത്തെ സംഭവമാണ്. ഹസ്രത്ത് മൊഹാനി അപ്പനെ ഏക്ക് दोस्त के घर में मेहमान थे. ഹസ്രത്ത് മൊഹാൻ തന്റെ ഫ്രണ്ടിന്റെ വീട്ടില് ഒരു അതിഥിയായി ചെന്നു. ഖടാക്കേക്ക് സർദി പടി രഹീത്തി, അതായത് കൊടും തണുപ്പുള്ള കാലമായിരുന്നു. മേസ്ബാനെ ഉനെ ഏക്ക് കീമത്തെ കമ്പൾ ഓടനെ കേലിയ ദിയ, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് പുതയ്ക്കാൻ വേണ്ടി നല്ല വില പിടിപ്പുള്ള ഒരു കമ്പിളി കൊടുത്തു. ഓ രാത് ഭർ സർദി മേ കാമ്പത്തെ രഹി, എന്നിട്ട് പോലും അദ്ദേഹം ആ രാത്രി മുഴുവൻ ആ ഒരു തണുപ്പ് കൊണ്ട് വിറച്ചിരുന്നു. മഗർ ഉനോനെ ഉസ് ഖയാൽ സെ കമ്പൾ നെഹി ഊട്ടാക്കെ ഏ ബദേശി മാൽ ഹെ, പക്ഷെ അദ്ദേഹം ആ കമ്പിളി കൊണ്ട് പുതച്ചില്ല. കാരണം എന്താ, അത് വിദേശി വസ്തുവായതുകൊണ്ട് അദ്ദേഹം ആ കൊടും തണുപ്പ് സഹിച്ച് ആ ഒരു കമ്പിളി പുതക്കാനായിട്ട് തയ്യാറായില്ല. അംഗ്രേസ് ഹുക്കൂമത്ത് കോ ഹസ്രത്ത് മൊഹാനിക്ക് സിയാസി സർഗർമിയ പസന്ദിനെത്തി. നമ്മുടെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരിക്കലും തന്നെ ഈ ഹസ്രത്ത് മൊഹാനിയുടെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അംഗ്രേസ് ഉനേം ഏക് ബഡാ ബാഗി സമജ്തേത്തെ, അദ്ദേഹത്തിനെ ഈ ഒരു അംഗ്രേസുകൾ വിചാരിച്ചിരുന്നത് ഒരു കലാപകാരിയാണെന്നാണ്. ലേക്കിൻ ഹസ്രത്ത് അപ്പനെ മക്സദിമേ ലഖേ രഹിത്, പക്ഷെ അദ്ദേഹം തൻ്റെ ആ ഒരു ഉറച്ച ലക്ഷ്യങ്ങളിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിന്ന്. वो मुकम्मिल आज़ादी का मुतालिबा करने वाले ഹിന്ദുസ്ഥാൻ കെ പെഹ്ലെ മുജാഹിദെ ആസാദി थे. അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കണം എന്നുള്ള ആ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് ഇന്ത്യയുടെ ഒരു സ്വതന്ത്ര സമര സേനാനിയായിരുന്നു. ഹിന്ദുസ്ഥാൻ കി ജംഗ് ആസാദി മേ ഇൻകുലാബ് സിന്ദാബാദ് കാ നായര ഉൻകി ദേൻ ഹെ, ഇന്ത്യയുടെ സ്വതന്ത്ര സമര വേളയിൽ ഉപയോഗിച്ചിരുന്ന ഇൻകുലാബ് സിന്ദാബാദ് എന്ന ആ ഒരു വിപ്ലവം ജയിക്കട്ടെ എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഇദ്ദേഹത്തിന്റെ സംഭാവനയായിരുന്നു. ജോ ആജ് ബി ഗലി കുച്ചം ഔർ ഏവാനോമേ ഗുഞ്ച് രഹ, ഇന്നും അത് പല തെരുവോരങ്ങളിലും ഇന്ന് ആ ഒരു മുദ്രാവാക്യം ഇന്നും നമുക്ക് മുഴങ്ങി കേൾക്കാം. हजरत मोहानी ने दस्तूर साद असेंबली और पार्लियामेंट के रुकन होने के बावजूद भी सीधे सादी ജിന്ദഗി ഗുസാരി. അദ്ദേഹം ഒരു പാർലമെന്റ് മെമ്പറായിട്ട് പോലും അദ്ദേഹം സാധാരണഗതിയിലുള്ള ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഓ അസംബ്ലി और पार्लियामेंट के जलसों के लिए जब दिल्ली आते पार्लियामेंट के मस्जिद के हुजरे में ही ഖയാം करते थे. അദ്ദേഹം പാർലമെന്റ് അസംബ്ലികളിൽ അല്ലെങ്കിൽ അവിടെയുള്ള വല്ല സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ വരുന്ന സമയത്ത് പോലും പാർലമെന്റിലുള്ള പള്ളിമുറിയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഏക് മർത്തബെ കാൺപൂർ കെ ഏക് സൗദാഗർ ഉൻസെ മിൽനെ ആയെ. ഒരു ദിവസം ഒരു സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒരു പ്രാവശ്യം കാൺപൂരിലുള്ള ഒരു സൗദാഗർ എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വന്നു. ഹസ്രത്ത് കുച്ച് ലിഖ് രഹേത്തെ, ആ സമയം ഹസ്രത്ത് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. वो लिखते जाते और बीच बीच में സൗദാഗർ സെ ബാത് ബി കർത്തെ, അദ്ദേഹത്തോട് സംസാരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഇങ്ങനെ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹസ്രത്ത് പർദ്ദയ്ക്ക് പീച്ചെ സെ കുച്ച് നിക്കാലത്തെ और मुंह में रख लेते, പിന്നെ അദ്ദേഹം കർട്ടന്റെ പിന്നിൽ നിന്നും എന്തോ എടുത്ത് ഇടയ്ക്കിങ്ങനെ വായിലിടുന്നു ഇദ്ദേഹം കാണുന്നുണ്ട്. സൗദാഗർ സാഹിബ് ഹാമൂഷ് സേ ദേഖ്തേ രഹെ, ഇദ്ദേഹം ഇത് നിശബ്ദനായിക്കൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഹിർ ഉസ്നെ അറസ് കിയാക്കെ ആപ് ക്യാ ഖാത്തെ ഹെ, അവസാനം ഇദ്ദേഹം ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഈ ഭക്ഷിക്കുന്നത്. കുച്ച് ഹാദിം കോബി ആത്താ, കുറച്ച് ഈ ഒരു സേവനം കൂടെ നൽകൂന്ന്. ഹസ്രത്തിനെ പർദ്ദയ്ക്ക് പീച്ചേസെ സൂക്കി റോട്ടിയാ നിക്കാലെ, അപ്പോൾ അദ്ദേഹം കർട്ടന്റെ പിന്നിൽ നിന്നും ആ ഉണങ്ങിയ ആ റൊട്ടി കഷ്ണങ്ങൾ പുറത്തെടുത്തിട്ട് പാനീമേ ഫേങ്കി ഹുയിത്തി, എന്നിട്ട് അത് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടു. ഓർ കാഹ, എന്നിട്ട് പറഞ്ഞു ഖാലോ കഴിക്കൂ, ഫക്കീറോങ്കോ ഖാന തും റയീസിനെ കാസകോ, നിങ്ങൾ പാവപ്പെട്ടവരുടെ ഭക്ഷണം നിങ്ങൾ യജമാനന്മാർക്ക് ഒരിക്കലും ഇത് കഴിക്കാൻ കഴിയില്ല. ഹസ്രത്ത് മൊഹാനി ഫിത്തിരി തൗർ പർ ഷായർ തെ, അദ്ദേഹം ഒരു ഷായറായിരുന്നു. ഉन्होंने कई गज़लें लिखी है, അദ്ദേഹം ഒരുപാട് ഗസലുകളും എഴുതിയിട്ടുണ്ട്. ഉൻകെ കലാം കാ ബഡാ ഹിസ്സ ഇഷ്കിയ ഷായരി പർ മുഷ്തമിൽ ഹെ, അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികൾ പ്രണയ കാവ്യങ്ങളായിരുന്നു. ഉൻകെ ഗസലോം കോ മഷൂർ ഗിലോഗാറോനെ കാഗിർ മക്ബൂൽ ബനാദി, അദ്ദേഹത്തിന്റെ ഒരുപാട് ഗസലുകൾ ഗസൽ ഗിലോഗാറുകൾ പ്രശസ്തമാക്കിയിട്ടുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഗസലാണ്
ചുപ്കെ ചുപ്കെ രാത് ദിൻ ആंसू ബഹാന യാദ് ഹെ ഹംകോ അബ് തക് ആഷിഖി കാ വോ സമാന യാദ് ഹെ. ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷെയർ തന്നിട്ട് ഇത് ആരുടേതാണെന്ന്. ഹസ്രത്ത് ഏക്ക് സച്ച് മസ്ഹബി ഇൻസാനത്തെ, അദ്ദേഹം ഒരു നല്ല മതപണ്ഡിതനും കൂടെ ആയിരുന്നു. ഉन्होंने नियत और मुनकबत के अलावा ശ്രീകൃഷ്ണ के शान में भी अशर लगे है. അദ്ദേഹം നിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, നബിയെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്നതാണ് നിയത്ത്. അതേപോലെ മുൻകബത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകളെ കുറിച്ചിട്ടുള്ള പാട്ടുകളാണ്, അതേപോലെ അവരെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുന്നത്. അതേപോലെ ശ്രീകൃഷ്ണക്ക് ഷാൻ മേബി, ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടും അദ്ദേഹം കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് അവിടെ തന്നിട്ടുള്ള ആ ഒരു 4 വരികൾ. मदुरा के नगर है आशिकी का, दम भरती है आरज़ू उसी का, पैगाम हयाते जावदान का, हर नगमे कृष्ण बांसुरी का. ഇനി അടുത്ത് നോക്കൂ. ഹസ്രത്തിനെ പൂരി ജിന്ദഗി ജദ് വ ജഹദ് മേ ഗുസാരി, അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. ഉൻകി ജിന്ദഗി മേ സാദഗി खुददारी बेबाकी उसूल पसंदी और हक गोए के जो अवसाफ थे उसकी मिसाल तारीख में मुश्किल से मिलेगी. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ ലളിതവും അതേപോലെ തന്നെ ഹൂദാരി എന്ന സ്വാഭിമാനം, അദ്ദേഹത്തിന് സ്വയം അഭിമാനിക്കുക, താൻ എന്താണ് ചെയ്തത് അതിൽ അദ്ദേഹം അഭിമാനിച്ചിരുന്നു. ബേബാക്കിയ, വളരെ ധൈര്യമുള്ള ഒരു യുവാവായിരുന്നു. ഉസൂൽ പസന്തി, തന്റെ തത്വങ്ങളെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു. അവർ ഹക്ക് ഗോയ്, സത്യം മാത്രമേ അദ്ദേഹം പറഞ്ഞിരുന്നുള്ളൂ. ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ തത്വങ്ങൾ. ഉസ്കി മിസാൽ താരീഖ് മേ മുഷ്കിൽ സെ മിലേഗി, അദ്ദേഹത്തിന്റെ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണം നമുക്ക് ചരിത്രത്തിൽ തന്നെ കിട്ടുക എന്നുള്ളത് വളരെ വിരളമാണ്. നമുക്ക് കുറച്ച് അധികം ഉണ്ട് ഈ ഒരു ചാപ്റ്റർ, എങ്കിലും ഇതിന്റെ മലയാള ഭാഗം ഒന്ന് അറിഞ്ഞിരിക്കാം. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആ ഒരു 4 കൗലുകൾ എക്സാമിന് എപ്പോഴും വരാവുന്ന ഒരു ചോദ്യം. അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെയും രാംപ്രസാദ് ബിസ്മിലിന്റെയും ബാൽ ഗംഗാധർ തിലക്, അതേപോലെ തന്നെ ലാൽ ബഹാദൂർ ശാസ്ത്രി, ഈ 4 ആളുകളുടെ കൗലുകളാണ് മേലെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ആരുടെ കൗലുകളാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹോഷ് കിസ്മത്ത് കോൻ ഹെ. ഇതൊരു തക്രീറാണ്. തക്രീർ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസംഗം. तकरीर वो ताकत है जो दिलों को जीत लेती है और जहनों को रोशनी दिखाती है. പ്രസംഗം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ശക്തിയാണ്. അത് മനസ്സിനെ എന്ത് ചെയ്യുന്നു, ജീത്ത് ലേത്തി, വിജയങ്ങളിലേക്ക് നയിക്കുന്ന. और जहनों की रोशनी दिखाती है, നമ്മുടെ ബുദ്ധിക്ക് എന്ത് ഒരു വെളിച്ചം പകർന്നു നൽകുന്നു. ये वो जरिए है जिससे हम अपने ख्यालात दूसरों तक मौसर तरीके से पहुंचा सकते हैं. ഈ പ്രസംഗം എന്നതൊരു മാർഗമാണ്. എന്ത് മാർഗമാണ്? അതിലൂടെ നമുക്ക് ഈ ഒരു പ്രസംഗത്തിലൂടെ അപ്പനെ ഹയാല, നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് അവരെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് നമുക്കത് എത്തിക്കാനായിട്ട് സാധിക്കും. ജഹനി സിഹത്ത് കാ ആലമി ദിൻ കെ മൗക്കെ പർ അജ്മൽ കെ പേഷ് കർദ തക്രീർ സുനിയെ. വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു അവസരത്തിൽ അജ്മൽ എന്നുള്ള ഒരാൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു തക്രീർ നമുക്കൊന്ന് കേൾക്കാം. मुहतरम असातिज़ा, मेरे प्यारे भाइयों और बहनों, आदाब. आज मुझे आप लोगों के सामने एक छोटी सी तकरीर करने का मौका मिला है. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്കൊരു ചെറിയ പ്രസംഗം അവതരിപ്പിക്കാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. उसके लिए मैं स्कूल के हेड मास्टर और असातिज़ा का शुक्रिया अदा करता हूँ. അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിനും മറ്റുള്ള അധ്യാപകർക്കും ഞാൻ നന്ദി പറയുകയാണ്. प्यारे भाइयों और बहनों, कभी कभी हमारे दिल में ऐसे ख्यालात आते हैं कि उस दुनिया में सबसे ज़्यादा मुसीबत सहने वाले हम ही हैं. നമ്മുടെ മനസ്സുകളിലൊക്കെ നമുക്കിങ്ങനെ ഇടയ്ക്കൊരു ചിന്ത വരാറുണ്ട്. എന്ത്, നമ്മളാണ് ഈ ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ വേദനകൾ അനുഭവിക്കുന്നവരെന്ന്. ബാക്കി തമാം ലോക ഹോഷ് കിസ്മത്ത്, ബാക്കിയുള്ള എല്ലാവരും നല്ല ഭാഗ്യശാലികളാണ് അല്ലേ. जरा आप ही सोच कर बताइए कि उस दुनिया में सबसे ज़्यादा होश किस्मत कौन है. അല്ല, നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യവാന്മാർ ആരാണ്? क्या वो अमीर लोग जिनके पास बेशुमार माल व दौलत मौजूद है. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്ത്, ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യശാലികൾ എന്ന് പറയുന്നത് അമീറുകളാണ്, അവരുടെ കയ്യിൽ എന്തുണ്ട്, ഒരുപാട് മാൽവ ദൗലത്തുണ്ട്. യാ ഫിർ വോ ഗരീബ് ജിൻകെ പാസ് കുച്ച് ബി നഹി ഹെ, അല്ലെങ്കിൽ ഗരീബുകളാണെങ്കിൽ അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. സച്ച് തോ യേ ഹേ കെ, സത്യം ഇതാണ്, ഹോഷ് കിസ്മത്ത് കോയി ബി ബൻ സക്ത ഹെ, ആരും തന്നെ ഉണ്ടാക്കുന്നതല്ല. ഈ അമീർ ഔർ ഗരീബ് ക മസ്അല നഹി ഹെ, ഇത് ധനികനെന്നോ പാവപ്പെട്ടവനോ എന്നോ അവരിലും ഇതൊരു പ്രശ്നമല്ല. आप लोगों ने भी देखा होगा कि
സച്ച് കുച്ച് ലോഗ് ഖാനെ കെ ലിയെ ജീത്തേ ഹെ. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് ആളുകൾ തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവർ. അവർ കുച്ച് ലോഗ് ജീനെ കെ ലിയെ ഗാത്തെ. കുറച്ച് ആളുകൾ എന്താ ജീവിക്കാൻ വേണ്ടി മാത്രം കഴിക്കുന്നു. ജോ ലോഗ് ഗാനെ കെ ലിയെ ജീത്തേ ഹെ. ആരാണ് ഏതാളുകളാണോ തിന്നാൻ വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നത്, വോ അക്സർ ബീമാറുമേ മുബത്തലാ രഹെ. അവരെല്ലാം അധിക പേരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും. വർസിഷ് നെഹി കർത്തേ ഹെ. അവർ വ്യായാമവും ചെയ്യുന്നില്ല. ഇസ്ലിയെ അതുകൊണ്ട് തന്നെ വോ ബടയെ പീട്ടോല വലിയ വയറും അവർ മോട്ടോ ബെഞ്ചാത് വളരെ തടിച്ചവരുമായിട്ട് മാറുന്നു. ഉൻകാ ഗാന ജൽദി ഹസ്ം നെഹി ഹോത്താ ഹെ. കാരണം എന്താണ്, അവരുടെ ഭക്ഷണം വേഗത്തിൽ ദഹിക്കുന്നില്ല. ദുനിയ മേ ജോ ലോക അച്ചി തര മെഹനത്ത് മസ്ദൂരി കർത്തേ ഹെ. ലോകത്തിലുള്ള ആളുകൾ, അതായത് ഇത്തരത്തിലുള്ള ആളുകൾ അച്ചി തര മെഹനത്ത് നല്ല പോലെ അധ്വാനിക്കുന്ന ആളുകളാണെങ്കിലോ വോ തന്ദുരുസ്ത് ഹോത്തേ ഹെ. അവരായിരിക്കും നല്ല ആരോഗ്യമുള്ള ആളുകൾ. इसके अलावा आजकल हम एक ऐसे माहौल में ज़िंदगी गुजार रहे हैं. ഇതൊക്കെ കൂടാതെ നമ്മൾ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, ജഹാം പീനെ ക പാനി സാസ് ലേനെ കി ഹവ യഹാം തക് കെ ഖാനെ കി ചീസേം ബി ആലൂദ ഹോ ഗയി ഹെ. നമ്മൾ ഇന്ന് കുടിക്കുന്ന വെള്ളം, നമ്മൾ ശ്വസിക്കുന്ന വായു, അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, എല്ലാ സംഗതികളും ഇന്നെന്താണ് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്സെ സിഹത്ത് കോ കാഫി നുക്സാൻ ഹോത്തെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്ത് സാത്ത് കുച്ച് ലോഗ് നശയ്ക്ക് ആദത്ത് ബി ഹോനെ ലഗി ഹെ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ലഹരി വസ്തുക്കളുടെ ആ ഒരു ശീല, ഒരു ഉപയോഗവും ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നശേലി ചീസേ ഹമാര ജിസ്മ और സിഹത്ത് കോ നുക്സാൻ പਹੁഞ്ചാത്തി ഹെ. നമ്മുടെ ഈ ഒരു ലഹരി വസ്തുക്കൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ സിഹത്ത് എന്ന് പറഞ്ഞ ആരോഗ്യത്തെയും നശിപ്പിക്കുന്നു. ലോകോം കി സിഹത്ത് और സമാജി ജിന്ദഗി ഖറാബ് ഹോ ജാത്തി ഹെ. മനുഷ്യരുടെ, നമ്മുടെ ആളുകളുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ അവരുടെ സാമൂഹിക ജീവിതം എന്തായി മാറുന്നു, ഖറാബ് ഹോ ജാത്തി ഹെ, നശിച്ചു പോകുന്നു. ആഹിർക്കാർ ഹം एक जिंदा लाश की तरह अपनी बाकी जिंदगी गुजारने पर मजबूर हो जाते हैं. അവസാനം നമ്മൾ എന്താണ്, ജീവശവമായിട്ട് നമ്മൾ അതേപോലെ ഉള്ള ഒരു ജീവിതമായിരിക്കും നമ്മൾ അവസാനം വരെ കഴിച്ചു കൂട്ടേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധിതരായി തീരുന്നു എന്നാണ് ആ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. ഭായിയോ ഓർ ബഹനോ തന്ദുരസ്തി ഹസാർ നെഹ്മത്ത് ഹെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ആയിരക്കണക്കിന് അനുഗ്രഹമാണ്. ഉസ്ലിയ ഹമീം ജരൂരത്തിക്ക് മുതാബിക് ഖാനാ ചാഹി. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുക. സാത്ത് ഹി സാത്ത് വർസിഷ് ബി കർണി ചാഹി. അതോടൊപ്പം തന്നെ നമ്മൾ വ്യായാമവും നമ്മുടെ ഒരു ശീലമാക്കുക. जो लोग जिस्मानी और जहनी तौर पर तंदुरुस्त होते हैं वही उस दुनिया में ज़्यादा खुशकिस्मत है. അപ്പോൾ ആരാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ? ഏതാളുകളാണോ ജിസ്മാനി ഔർ ജഹനി തൗർ പർ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യമുള്ളത് ആരാണോ അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. मैं अपनी तकरीर एक शेर के साथ ख़त्म करना चाहता हूँ. ഞാനൊരു വരിയിലൂടെ, ഒരു ഷെയറിലൂടെ, 2 വരിക്കാണ് എന്ത് പറയുക, ഷെയർ, ഒരു 2 വരിയിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഈ ഒരു പ്രസംഗം ഞാൻ നിർത്തുന്നു. തന്ദുരുസ്തി ഹി കെ ദം സെ ജിന്ദഗി കാഹേ വക്കാർ തന്ദുരുസ്തി ഗർ ന ഹോത്തി ജിന്ദഗി ബൻതി ഹെ ബാർ. അതായത് നമുക്ക് തന്ദുരുസ്തി ഉണ്ടെങ്കിൽ എന്തുള്ളൂ, നമ്മുടെ ജീവിതം ഒരു പ്രൗഡായി മാറുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, ആരോഗ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായി മാറും, ഒരു ഭാരമായിട്ട് മാറും. വളരെ ഫലവത്തായ ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു കോട്ടാണ്, ഒരു ഷെയറാണ്. അപ്പോൾ ഇതും കൂടെ കോട്ട ചെയ്തിരുന്ന തന്ദുരുസ്തിനൊക്കെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ ഷെയറിൻ്റെ മത്തുലബൊക്കെ കൂട്ടിയിട്ട് എഴുതുകയാണെങ്കിൽ വളരെ നന്നായിട്ട് എഴുതാൻ പറ്റും. ജയ് ഹിന്ദ്, ഹുദ ഹാഫിസ്. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്റർ നമുക്കൊരു സവാനിയാണ് പഠിക്കാനുള്ളത്. അൻമോൽ രത്തൻ, നമ്മൾ റൊണാൾഡോനെ കുറിച്ചിട്ടുള്ള ഒരു സവാനിയാണ്. അൻമോൽ രത്തൻ, അമൂല്യമായ രത്നം. ഇൻസാൻ കി ജിന്ദഗി ഖുഷിയും और ഗമോം का एक हसीन സംഗം है. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സങ്കടങ്ങളുടെയും ഒരു ഹസീൻ സംഗമത്തിൻ്റെയും കൂടിച്ചേരലാണ്. കബി ഖുഷി തോ കബി ഗം, അല്ലേ? എവിടെയെങ്കിലും ഒരു സന്തോഷമുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു ദുഃഖവും ഉണ്ടായിരിക്കാം. ഉസ്കി ജിന്ദഗി പർ അസർ അന്താസ് ഹോത്തെ ഹെ ലേക്കിൻ ഉൻ മുഷ്കിലാത്ത് കാ സാമന കർത്തെ ഹുയേ ഹി ഉസ്മേ ആകെ ബഡ്നെ കി ഹിമ്മത്ത് വ ഖുവ്വത്ത് പൈദാ ഹോത്തെ ഹെ. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനേക്ക് നേരിട്ടെങ്കിൽ മാത്രമേ, സധൈര്യം നമ്മൾ അതിനേക്ക് നേരിട്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കഴിവുകളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും തളരരുത് എന്നാണ് ഈ ഒരു ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത്.
എത്രയൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയൊക്കെ നേരിടാനായിട്ട് തയ്യാറാവണം. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ നോക്കാം. गांव के एक छोटी सी झोंपड़ी में एक मजदूर अपने 3 बच्चों के साथ रहता था. ഗ്രാമത്തിലെ ഒരു കുടിലിലായിരുന്നു ഒരു തൊഴിലാളിയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കളും താമസിച്ചിരുന്നത്. ഉസ്കി ബീവി ഗാവ് കെ സ്കൂൾ കെ ബാവർച്ചി ഖാനെ മേ കാം കർത്തി തി. അവരുടെ ഭാര്യ സ്കൂളിൽ, ഗ്രാമത്തിലുള്ള ഒരു സ്കൂളിൽ അടുക്കളയിൽ പാചകക്കാരിയായിരുന്നു. ഗർമേ ഗർബത്ത് അവർ തങ്ക് ദസ്തിക ആലം തി. അവരുടെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടുകൾ യാതനകളും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു. അക്സർ ഐസ വക്ത് ആത്താ കെ ഖാനെ കെ ലിയെ കുച്ച് ബി നത് ഹോത്ത. അതായത് അധിക സമയങ്ങളും അവർക്ക് എങ്ങനെയാണ് കഴിക്കാൻ ഭക്ഷണം പോലും ലഭിക്കാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ബച്ചോക്കോ ഭൂഖ ദേക്കർ മാം കാ ദിൽ തടപ് ഒടുത്ത. അതായത് കുട്ടികളുടെ ഒരു വിശപ്പ് കണ്ടിട്ട് ഈ അമ്മയുടെ മനസ്സെപ്പോഴും വേദനിക്കാറുണ്ടായിരുന്നു. वो स्कूल से बच्चा हुआ खाना ले आती और अपने बच्चों को खिला देती. അതായത് അവിടെ നിന്ന് സ്കൂളിൽ നിന്നും കിട്ടുന്ന ഭക്ഷണം ചിലപ്പോൾ കൊണ്ടുവന്നിട്ട് അവരുടെ മക്കൾക്കത് കൊടുക്കാറുണ്ടായിരുന്നു. മക്കളെ ആ ഒരു ഭക്ഷണം കഴിപ്പിക്കാറുണ്ടായിരുന്നു. ഉസി ദർമിയ ഏക് ഓർ ബച്ചേനെ ജന്മലിയ. അപ്പോൾ ഈ ഒരു കാലത്താണ് അവർക്ക് ഒരു മകനും കൂടെ ജനിക്കുന്നത്. 4 ബച്ചോं की परवरिश माँ के लिए एक बड़ा मसला था. ഈ 4 മക്കളുടെയും പരിപാലനം ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. घर की बदहाली और गुर्बत के सबब माँ बाप बहुत परेशान थी. അപ്പോൾ ഈ ഒരു വീട്ടിലെ ദുരിതങ്ങളും അവരുടെ ഈ ഒരു പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് ആ അമ്മയും അച്ഛനും വളരെ സങ്കടപ്പെട്ടു. ബാപ്പ് ഫുട്ബോൾ ക ബഹുത്ത് ഷൗക്കീൻ. അവരുടെ അച്ഛൻ ഭയങ്കര ഫുട്ബോൾ പ്രിയനായിരുന്നു, ഫുട്ബോൾ പ്രേമിയായിരുന്നു. വോ അപ്നെ ബച്ചോं को ഫുട്ബോൾ കാ ഖിലാഡി ബനാന ചാഹതാ था. അദ്ദേഹം തൻ്റെ മക്കളെ നല്ല ഫുട്ബോൾ പ്ലെയർ ആയിട്ട് മാറ്റാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ഉന്മേം സബ്സെ ചോട്ടെ ബച്ചേ കോ ഫുട്ബോൾ സെ ബഹുത്ത് ജ്യാദ ലഗാവ് था. അപ്പോൾ ഇതിലാണ് അദ്ദേഹത്തിന് മനസ്സിലായത് തൻ്റെ ഏറ്റവും ചെറിയ കുട്ടിക്ക് ഫുട്ബോളിൽ വളരെയധികം നല്ല അച്ചീവ്മെൻ്റ് ഉണ്ട് എന്നുള്ള അദ്ദേഹം മനസ്സിലാക്കുന്നത്. गोल करने में नाकाम रहने वाले दोस्तों की हालत देखा तो अक्सर वो रोता था. തൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവർക്ക് ഗോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കാണുമ്പോൾ അധിക സമയം അവൻ കരയാറുണ്ടായിരുന്നു. ഉസ്ലിയെ സ്കൂളിൽ മേ സബ് ഉസേ ക്രൈങ് ബേബി കൽക്കർ പുക്കാർത്തെ. അതുകൊണ്ട് തന്നെ അവന് സ്കൂളിൽ ക്രൈങ് ബേബി എന്ന് വിളിക്കാറുണ്ടായിരുന്നു അവൻ്റെ ഫ്രണ്ട്സ്. तालिबे इल्म के ज़माने में उसे एक वक्त का खाना भी ढंग से मिलना नसीब न होता. അപ്പോൾ അദ്ദേഹത്തിന് വിദ്യാർത്ഥിയായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് ശരിയായ രീതിയിൽ ഭക്ഷണം ലഭിക്കാനുള്ള ഭാഗ്യം പോലും ഇല്ലായിരുന്നു. ജബ് ഖാന അന്ന മിൽത്താത്തോ വോ ഭൂഖ് ബഹ്ലാനെ കെ ലിയെ ഫുട്ബോൾ ഖേലാ കർത്താത്ത. അദ്ദേഹം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ ആവുമ്പോൾ ആ ഒരു വിശപ്പിനെ അടക്കാൻ വേണ്ടിയിട്ട് അവൻ ചെയ്തിരുന്നത് എന്താണ്? ഫുട്ബോൾ കളിക്കലായിരുന്നു. അവൻ്റെ ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യം അവന് ചെയ്തിട്ട് തൻ്റെ വിശപ്പടക്കലായിരുന്നു ചെയ്തിരുന്നത്. 8 साल की उम्र में उसने एक मकामी क्लब में खेलना शुरू किया. അദ്ദേഹം തനിക്ക് 8 വയസ്സായിരുന്ന ആ ഒരു സമയത്ത് ഒരു മക്കാമി ക്ലബിൽ അദ്ദേഹം കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയും അവർ സഖ്ത് മെഹനത്തിക്ക് ബദൗലത്ത് ആകെ ബടുത്താര. അങ്ങനെ കഠിനമായ തൻ്റെ ആ ഒരു അധ്വാനത്തിൻ്റെ പരിശ്രമത്തിൻ്റെയും ഫലമായിട്ട് അദ്ദേഹം മുന്നേറുകയാണ്. 10 साल की उम्र में ഉസെ ഏക് മഷൂർ ക്ലബ് മേ ഷാമിൽ ഹോനെ കാ മൗക്ക മില. അങ്ങനെ 10 വയസ്സായ സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലബിൽ പങ്കുചേരാനുള്ള ഒരു അവസരം ലഭിച്ചു. पहली बार फुटबॉल क्लब से मिली हुई तनख्वाह उसने अपनी माँ के हाथों में रख दी क्योंकि वो अपनी माँ से बहुत प्यार करता था. पहली बार ആദ്യം ഫുട്ബോൾ ക്ലബ് സെ മിലി ഹുയി. ആദ്യമായിട്ട് തനിക്ക് ഫുട്ബോൾ ക്ലബിൽ നിന്നും കിട്ടിയിട്ടുള്ള ശമ്പളം അദ്ദേഹം തൻ്റെ അമ്മയുടെ കൈകളിലേക്കാണ് നൽകിയത്. എന്തുകൊണ്ടെന്നാൽ ഓ അപ്നി മാം സെ ബഹുത് പ്യാർ കർ. തൻ്റെ അമ്മയെ അത്രത്തോളം അവന് സ്നേഹിച്ചിരുന്നു. ലഗാതാർ കോശിഷോം സെ വോ ആകെ ബഡ്താ ഹി രഹ. നിരന്തരമായിട്ടുള്ള പരിശ്രമം അവനെ മുന്നോട്ട് നയിച്ചു. ലേക്കിൻ അഫ്സോസ് കി ബാത് യേ ഹുയി കെ 15 साल की उम्र में उसे दिल का मर्ज हुआ. അദ്ദേഹത്തിന് തൻ്റെ സങ്കടകരമായ ഒരു അവസ്ഥയെന്ന് പറയട്ടെ, അദ്ദേഹത്തിന് 15 വയസ്സായിരുന്ന സമയത്ത് ഒരു ഹൃദ്രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു. ഇലാജ് കെ ലിയെ ജബ് വോ ഡോക്ടർ കെ പാസ് ഗയാത്തോ. അപ്പോൾ ചികിത്സയ്ക്കായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഫുട്ബോൾ ഖേൽന പർ പാബന്തി ലഗാതെ. അദ്ദേഹത്തിനോട് ഫുട്ബോൾ കളിക്കണ്ട എന്നാണ് ഡോക്ടർ നിർദ്ദേശം വെച്ചത്. ഡോക്ടർ കി പാബന്തി കോ നസർ അന്താസ് കർത്തേ ഹുയി. അപ്പോൾ ഡോക്ടറുടെ ഈ ഒരു
പിന്നെ പാബന്തി അദ്ദേഹം എന്ത് ചെയ്തു, അവഗണിക്കുകയുണ്ടായിരുന്നത്. വോ ദുബാര ഫുട്ബോൾ കെ മൈതാൻ മേ ആയ, അദ്ദേഹം വീണ്ടും ഫുട്ബോൾ മൈതാനത്തിലേക്ക് പോവുകയും അവിടെ ഫുട്ബോൾ കളിക്കുകയുമാണ് ചെയ്തിരുന്നത്. 18 साल की उम्र में उसने दुनिया के सबसे मशहूर क्लब മാഞ്ചസ്റ്റർ യുണൈറ്റഡ് से മുആഹിദ किया. അദ്ദേഹം തൻ്റെ 18ാമത്തെ വയസ്സിൽ ലോകത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബിൽ അദ്ദേഹം കരാർ ഒപ്പിട്ടു. उसके बाद वो कई मशहूर क्लब के लिए खेलते हुए मैदानों को फतह करता गया. അതിനുശേഷം അദ്ദേഹം ഒരുപാട് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് കളിക്കുകയും മൈതാനങ്ങളിൽ വിജയം കൊയ്യുകയുമായിരുന്നു അദ്ദേഹം. अपने पैरों की जादूगरी से उसने 5 बार बैलन डोर और 4 बार ഗോൾഡൻ ബൂട്ട് ഹാസിൽ കിയെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മായാജാലം തീർത്ത കാലുകൾ കൊണ്ട് അദ്ദേഹം 5 പ്രാവശ്യം ബാലൻ ഡ്യോറും അതേപോലെ തന്നെ 4 പ്രാവശ്യം ഗോൾഡൻ ബൂട്ടും ഹാസിലാക്കിയിട്ടുണ്ട്. 2016 അദ്ദേഹം യൂറോ കപ്പിൽ പോർച്ചുഗലിനെ വിജയത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെ കപ്പിത്താനി മേ ഹുയി എന്ന് പറയുന്നത്. പുർത്തുഗാൽക്ക് ഫത്തഹ് ഉസ്കി കപ്പിത്താനി മേ ഹുയി. वो अपनी माम को ഹമേഷ അപ്പനെ സാത്ത് സ്റ്റേഡിയം ലേ ജായ കർത്താത്ത. അദ്ദേഹം എപ്പോഴും സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ അമ്മേനെയും കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഈ ദേഖക്കർ ചാനൽ വാലോനെ ഉസേ പൂച്ചാക്കി അപ്പ് ഐസ ക്യോം കർത്തി. ഇത് കണ്ട ചാനൽസ് അദ്ദേഹത്തോട് ചോദിക്കാറുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അമ്മേനെ കൂടെ കൊണ്ടുപോകുന്നത്. ഉസ്നെ ജവാബ് ദിയാക്കി, അദ്ദേഹം ഉത്തരം പറയും, മേരെ ബച്പൻ കാ ഖ്വാബ് താക്കെ ഏക് ദിൻ മേ ഫുട്ബോൾ കാ ബഡാ ഖിലാഡി ബനും. എൻ്റെ കുട്ടിക്കാലം മുതലേ എൻ്റെ സ്വപ്നമായിരുന്നു നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിട്ട് മാറണമെന്ന്. ഇസ് ഖ്വാബ് കാ പൂരാ കർണേക്ക് ഈ ഒരു സ്വപ്നം പൂർത്തീകരിക്കാനായിട്ട് അമ്മീനെ ഖാൻദാൻ കി മുഷ്കിലാത്ത് കെ ബാവജൂദ്, കുടുംബത്തിൽ അത്രയും കഠിനമേറിയ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടും മേരെ ലിയെ ഫുട്ബോൾ ഹരീദ ഔർ ഹമേഷ മെരാ സാത്ത് ദിയ. എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് പോലും എൻ്റെ അമ്മ എനിക്കൊരു ഫുട്ബോൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഔർ ഹമേഷ മെരാ സാത്ത് ദിയ, എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഉൻകോ മേരി സലാഹിയത്ത് പർ പൂരാ യഖീൻ താ. എൻ്റെ ഈ ഒരു കഴിവുകളിൽ അമ്മയ്ക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. ഉൻകെ ഉസി യഖീൻ നെ മുझे ദുനിയാ കാ മഷൂർ ഖിലാഡി ബനാ ദിയ. ആ അമ്മയുടെ ആ പൂർണ്ണമായ വിശ്വാസമായിരുന്നു എന്നെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഫുട്ബോൾ ഫേമസ് ആയിട്ടുള്ള ഒരു നല്ല കളിക്കാരനാക്കി മാറ്റിയത്. फुटबॉल के चाहने वालों के दिलों को जीतते हुए वो अब भी फुटबॉल के सितारों के बेताज बादशाह की हैसियत से राज कर रहा है. हाँ, ये कोई और नहीं बल्कि पुर्तगाली फौज के कमांडर ക്രിസ്ത്യാനോ റൊണാൾഡോ ഹേ. അതായത് ഇന്ന് ലോകം ഫുട്ബോൾ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയം കീഴടക്കുന്ന അബ് ബി ഫുട്ബോൾ കെ സിത്താരോം കെ, ഇന്നും ഫുട്ബോളിന്റെ കിരീടം വെക്കാത്ത രാജാവ് എന്ന ആ ഒരു പദവിയിൽ വാഴുന്ന ആളാണ്. ഹാം, അതെ, ഏ കോയി ഓർ നഹി, ഇത് മറ്റാരുമല്ല. ആരാണ്? നമ്മുടെ പോർച്ചുഗൽ സൈന്യത്തിന്റെ കമാൻഡറായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അപ്പോൾ റൊണാൾഡോയുടെ ജീവചരിത്രമാണ് സവാനിഹായിട്ടാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അതേപോലെ ഇഷ്ടപ്പെട്ട ഒരു കളിക്കാരനെ കുറിച്ച്, പസന്ദിത ഖിലാഡിക്ക് ബാരേമേ, അപ്പോൾ ഇതൊക്കെ ചോദിക്കാം. പിന്നെ നമ്മുടെ ലൈഫിൽ സ്വാധീനിച്ച ഒരു വ്യക്തി ആരാണ്, അവരെക്കുറിച്ച് എഴുതാൻ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മക്കൾ അതൊക്കെ നോക്കിയിട്ട് പഠിക്കാം. ഇനി അടുത്ത ചാപ്റ്ററാണ് റിയായക്ക് ഹിദ്മത്ത്. ഇതൊരു കഹാനിയാണ്. दुनिया में बस हस्तियां ऐसी भी होती है जिन्हें दूसरों के खिदमत करने में दिली तस्कीन होती है. അതായത് ലോകത്തിൽ എങ്ങനെയും ചില ആളുകളുണ്ടാവും ഇങ്ങനെ, അതായത് മറ്റുള്ളവർക്ക് സേവനങ്ങൾ ചെയ്യുന്നതിലൂടെ മനസ്സുഖം കണ്ടെത്തുന്നവര്. ഹം ബഹുത് സെ ഐസെ ലോഗ് കോ ദേഖ് സക്തേ ഹേ ജോ ദൂസരോं की खुशियों और गमों में शरीक होने हैं. നമ്മൾ ഇങ്ങനെയും ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് അവര് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും പങ്കെടുക്കുകയും ബേസഹാര ലോകോം കെ, അതായത് നിരാശ്രയരായിട്ടുള്ള ആശ്രയമില്ലാത്ത ആളുകൾക്ക് മദത് കർണേമി, അവർക്ക് സഹായം ചെയ്യുകയും ബഡിയ ഖുഷി മാസൂസ് കർത്തെ, അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നവരും ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു ചരിത്രത്തിലുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഈ ഒരു റിയായാക്കെ ഹിദ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥയിലൂടെ പഠിക്കാനുള്ളത്. ആദ്യ രാത്ത് ഗുസർ ചുക്കി थी. അർദ്ധരാത്രി സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചാന്ദനി മേ ഷഹ്റെ മദീന ബഹുത് ഹി ദിൽകഷ് നസർ ആ രഹാ താ.
ആ ഒരു നിലാവുള്ള രാത്രിയിൽ ആ ഒരു ഷഹർ മദീന പട്ടണം വളരെ മനോഹരമായി കണ്ടിരുന്നു. ഹർ തറഫ് സനാട്ട ഛായ ഹുവ, എല്ലായിടങ്ങളും നിശബ്ദത മാത്രമായിരുന്നു. ഹസ്രത്ത് തൽഹ റളിയല്ലാഹു അൻഹു അപ്പനെ घर से बाहर निकले. ഹസ്രത്ത് തൽഹ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. രാസ്തേ മേ ഖജൂർ കെ പേട് കെ ആട്ട് മേ കിസി കാ ഇന്തിസാർ കർനെ ലഗെ. അദ്ദേഹം ആരെയോ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നീന്തപ്പരയുടെ മറവിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. പിछली रात की याद उन्हें सता रही थी. കഴിഞ്ഞ രാത്രിയിലെ സംഭവം അദ്ദേഹത്തെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓ സോച്ചനെ ലഗെ, അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്. ആദ്യ രാത്ത് ഗയെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കഹാം ജാത്തെ. അർദ്ധരാത്രി സമയം കഴിഞ്ഞ് ഖലീഫ ഉമർ എവിടെയാണ് പോയിട്ടുണ്ടാവുക. ആ ജരൂർ ഉസ് ബാത്ത് കാ പത്താ ലഗാओ, ഇന്ന് എനിക്ക് എന്തായാലും ആ ഒരു കാര്യം എനിക്ക് ലഭിച്ചിരിക്കണം. തൊടി ദേർ ബാദ് ദൂർ സേക്ക് ആത്മി ആത്ത, കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ദൂരെ നിന്ന് ഒരാളിങ്ങനെ വരുന്നതായിട്ട് അദ്ദേഹം കണ്ടു. കോൻ ആരഹാ ഹേ, ആരാണാ വരുന്നത്? ഹാം യേ തോ ഖലീഫ ഹേ, അത് ഖലീഫ തന്നെ ആയിരിക്കാം. ഹസ്രത്ത് തൽഹ റളിയല്ലാഹു അൻഹു എനിക്ക് പീച്ചെ ഗേ, അദ്ദേഹത്തിന്റെ പിന്നാലെ മെല്ലെ അദ്ദേഹത്തെ പിന്തുടർന്നു. ഖലീഫ ഏക്ക് ചോപ്പടിക്ക് അന്തർ ദാഹിൽ ഹോകെ, അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ഒരു കുടിലിലേക്കാണ് പ്രവേശിച്ചത്. ഇന്ന സലാം ഇന്ന കലാം, അദ്ദേഹം ഒരു സലാം പറഞ്ഞില്ല, ഒരു അനുവാദവും വാങ്ങാതെയാണ് അദ്ദേഹം അതിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഖലീഫ ക യഹാം ക്യാ കാം, ഖലീഫയ്ക്ക് എന്താണ് ഇവിടെ കാര്യം? തൽഹ റളിയല്ലാഹു അൻഹു ഹൈറാൻ ഹോകെ, അദ്ദേഹം വളരെ ആശ്ചര്യപ്പെട്ടു. ഓ സോച്തേ ഹുയെ ബഡീ ബേചീനി സേ അപ്പനെ ഘർ കെ തരഫ് ചലേ ഗയേ, അങ്ങനെ അദ്ദേഹത്തെ പിന്തുടരാതെ തന്റെ വീട്ടിലേക്കാണ് മടങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിന് വല്ലാണ്ട് ഈ ഒരു സംഭവം അദ്ദേഹത്തിന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. രാത് ഭർ നീന്ത് നഹി ആയി, അദ്ദേഹത്തിന് രാത്രി മുഴുവൻ ഉറങ്ങാനായിട്ടും സാധിച്ചില്ല. കരോട്ടീൻ ബദൽ കർ ഉസി ഫിക്ർ മേ ലേട്ടേ രഹെ, അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞും ചിന്തകളിൽ പൂണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ജബ് സുബഹ് ഹുവ ഗയി തോ, അദ്ദേഹം അത് രാവിലെയായപ്പോൾ തോ സീദേ ഉസ് ജോംപടിക്ക് പാസ് പഹുഞ്ചെ, അദ്ദേഹം നേരെ ആ ജോംപടിയിലേക്കാണ് അദ്ദേഹം പോയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അസ്സലാമു അലൈക്കും, സലാം പറയാണ് അസ്സലാമു അലൈക്കും. കോയി ജവാബ് നെഹി, പക്ഷെ അദ്ദേഹത്തിന് ഒരു ഉത്തരവും ലഭിച്ചില്ല. ഉനൂനെ ദർവാസെ പർ ദസ്തക് ദി, വീണ്ടും അദ്ദേഹം എന്ത് ചെയ്തു? ആ വാതിലിൽ ഇങ്ങനെ മുട്ടി. ഫിർ ബി കോയി ജവാബ് നെഹി, എന്നിട്ട് ഒരു ഉത്തരവും ലഭിച്ചില്ല. ഭലാ യഹാം തോ സലാം കാ ജവാബ് ദേനെ വാല ബി കോയി നെഹി, അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കഷ്ടം, ഇവിടെ എന്താ ഒരു സലാം പറഞ്ഞിട്ട് മടക്കാൻ പോലും ആരും ഇല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. തൽഹ റളിയല്ലാഹു ബഡ് ബനാന ലഗി, അദ്ദേഹം ഇങ്ങനെ പിറുപിറുത്തു. ഇത്തനെ മി ഘർ കെ അന്തർ സെ, ഇത്രയായപ്പോ വീടിന്റെ ഉള്ളിൽ നിന്നും കിസി കി കരാഹിനെ കി ആവാസ് ആയി. കോൻ ഹെ, ഇങ്ങനെ ഒരു ഞരക്ക ശബ്ദത്തിൽ ഇങ്ങനെ അദ്ദേഹം കേട്ടു. കോൻ ഹെ, ആരാണ്? മേ ത്വൽഹാഹു, അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ത്വൽഹയാണ്. അന്തർ ആവോ ബേട്ടെ, ഉള്ളിലേക്ക് വരൂ മോനെ. ത്വൽഹ റളിയല്ലാഹു അൻഹു അന്തർ ഗയ, അദ്ദേഹം ഉള്ളിലേക്ക് പ്രവേശിച്ചു. ക്യാ ദേഖ്തേ ഹെ, എന്താ കാണുന്നത്? ഏക്ക് ബേചാരി ബൂട്ടി, ഒരു പാവം പിടിച്ച ഒരു വൃദ്ധയായ ഒരു സ്ത്രീ, ഔരത്ത് ബിൽക്കുൽ കംസോർ, അത് അത്രയും അവശ്യായിട്ട്, ഹഡി പസിൽ എന്ന് എള്ളും തോലുമായിട്ട്, ഏക്ക് ചാർ പായി പർ ബഹസ് പടി ഹെ, ഒരു കട്ടിലിൽ ഇങ്ങനെ അവശ്യമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. മുझे കുച്ച് ഭി ദിഖായി നഹീ ദേത്താ ബേട്ടാ, എനിക്കൊന്നും തന്നെ കാണുന്നില്ല മോനെ. ബുഡിയാനെ ബഡി മുഷ്കിൽ സേ കഹ, അവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞത്. ക്യാ ആപ് യഹാ അക്കേലി രഹത്തി ഹേ, അല്ല നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ നിറം ലഹജെ മേ പൂച്ച, അദ്ദേഹം ഇങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഏക്ക് ബേട്ടാ താ, അപ്പൊ ആ ഒരു സ്ത്രീ മറുപടി പറയാണ്, എനിക്കൊരു മോനുണ്ടായിരുന്നു. ഓ ബി അള്ളാഹ് കാ പ്യാര ഹോഗയ, ഇന്ന് അവന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനായി മാറി, അതായത് അവന് മരിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ മേരാ കോയി നെഹി, ഇപ്പൊ എനിക്ക് ആരുമില്ല. തോ ഫിർ ആപ്കി ദേഖ്ഭാൽ കോൻ കർത്താ ഹേ, എന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ പരിചരണങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? അപ്പോ ആ വൃദ്ധയായ സ്ത്രീ മറുപടി പറഞ്ഞു, ഹർ റോസ്, എല്ലാ ദിവസവും രാത് കോ ഏക് ആത്മി ആതാത്, ഒരു മനുഷ്യൻ ഇവിടെ വരാറുണ്ട്. മേരി ദേഖ് ബാൽ കർത്താഹെ, എന്റെ എല്ലാ പരിചരണങ്ങളും അദ്ദേഹം ചെയ്യും. ആ ഒരു ഖാന ഖിലാക്കർ ചലാജാത്, എന്റെ ഭക്ഷണവും കഴിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോകാറ്. ബുഡിയാനെ ധീമി ആവാസ് മേ കഹ, അവര് അത്രയും സങ്കടം കലർന്ന ആ ഒരു ശബ്ദത്തിൽ പറഞ്ഞു. ക്യാ വോ ആപ്ക കോയി റിഷ്തേദാർ ഹേ, അല്ല അവര് നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുവാണോ? നെഹീം ബേട്ടെ, അല്ല മോനെ. മേ ഉസ്കി ജാൻതി ഭി നെഹി, എനിക്ക് അവരെ അറിയുക പോലും ഇല്ല. ബസ് ഉസ്നെ മുझे ഇത്തനാ ബതായ, അദ്ദേഹം ഇത്ര മാത്രം എന്നോട് പറഞ്ഞു. അല്ലാഹ് കാ ബന്ദാഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഹസ്രത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹുക്ക് ആംഖേം പറയായി, എന്ത് കേട്ടപ്പോൾ നമ്മുടെ ത്വൽഹ റളിയല്ലാഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയാണ് ഈ ഒരു കഥ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതായത് റിയായയ്ക്ക് സത് കൈസ സലൂക്ക് കർണ ചാഹിയെ, ഈ ഒരു കഥയുടെ അണ്ടറിൽ
നമ്മൾ പ്രജകളോട് ഏത് തരത്തിലാണ് പെരുമാറേണ്ടത്, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം. പിന്നെ ഈ ഒരു കഥയിലെ സന്ദേശം, ഇതൊക്കെ നമ്മൾ മുന്നേ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മക്കൾ പോയി കാണുക. പിന്നെ ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പാർട്ടാണ് മുഹാവിറകൾ, അതേപോലെ റോസ്മറ. നമ്മുടെ കഴിഞ്ഞ മോഡൽ ടെസ്റ്റ് നമുക്ക് വന്നിരുന്നു അല്ലാഹ് പ്യാര ഹോന എന്ന് പറഞ്ഞാൽ എന്താണ് മത്ലബ്, ഇൻതിക്കാൽ ഹോന. അപ്പോൾ ഇതേപോലെയുള്ള ബാക്കി നാലെണ്ണം കൂടെ പഠിക്കുക, അത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് എന്തായാലും എക്സാമിന് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവറാണ്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ ഉൾക്കൊള്ളിച്ചപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. എന്നിരുന്നാലും നമുക്ക് ഇത്ര സമയം കൊണ്ട് മുഴുവൻ ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി നമ്മുടെ നസ്മുകളൊക്കെ നമ്മൾ റിവിഷൻ ചാപ്റ്റേഴ്സ് ചെയ്ത സമയത്ത് ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് സെപ്പറേറ്റ് ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലിൽ പോയി നോക്കിയാൽ മക്കൾക്ക് ആ ഒരു ക്ലാസ്സുകളെല്ലാം ലഭിക്കും. അപ്പോൾ ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസുകൾ നിങ്ങൾ അറിയിക്കണം. അതേപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹുദ ഹാഫീസ്. എക്സാം എല്ലാം വളരെ എളുപ്പമാവട്ടെ, ടീച്ചറും പ്രാർത്ഥിക്കാം. ഓക്കെ.